എല്ലാ മാസവും മൗലിദുണ്ട്, എല്ലാ കാലത്തും മൗലിദുണ്ട്, എല്ലാ സന്ദർഭങ്ങളിലും മൗലിദുണ്ട്. പക്ഷേ റബീഉൽ അവ്വൽ എന്ന അവസരത്തെ നാം മൗലിദിന് കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതൊരു സത്യമാണ്. അതെന്താ കാരണം? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമായതുകൊണ്ട് തന്നെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇന്ത്യൻ്റെ പതാക, അല്ലേ? എല്ലാ കാലത്തും ഉണ്ടല്ലോ ഇന്ത്യൻ ജനങ്ങൾക്ക് ഇന്ത്യ എന്ന രാജ്യത്തോട് സ്നേഹം. പക്ഷേ ഓഗസ്റ്റ് 15 കാണാം ഈ പതാകക്കൊന്ന് ഉയർത്തി എല്ലാവരും ഒന്ന് സ്നേഹത്തിൻ്റെ പ്രതിജ്ഞയൊക്കെ ഒന്ന് ചെയ്ത്. അപ്പം ആരെങ്കിലും എന്താ ഇപ്പം ഇന്ന് മാത്രം ഒരു സ്നേഹം എന്ന് വെച്ചാൽ അതിൽ വലിയ അർത്ഥമുണ്ടോ? അല്ല, അതൊരു അവസരമാണ്. അതൊരു അവസരമാണ്. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള, ഒരു രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമാണ്. അപ്പം ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നു, അത്രയേ ഉള്ളൂ. അതേപോലെയാണ് റബീഉൽ അവ്വൽ എന്നത് ഒരു അവസരമാണ്. മനസ്സിലായോ? അപ്പൊ അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പൊ ഇതിനെതിരെ പല രീതിയിലും പല ആളുകളും വരും. ഇപ്പൊ പിന്നെ ഏറ്റവും പ്രധാനമായും എല്ലാ അണുബോംബുകളും വരിക വാട്സപ്പിൽ കൂടിയാണ്. പണ്ട് കാലത്തൊക്കെ ക്ലാസ് റൂമിലൂടെയൊക്കെ വന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഈ ക്ലാസ് റൂമിലൊന്നും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് പന്തിയല്ല എന്ന് തോന്നിയ വഹാബികൾ ഈ ക്ലാസ് റൂം വിട്ടോ ജക്കരിയന്റെ ഭാഷയെ പറഞ്ഞാൽ ആളില്ലാത്ത പോസ്റ്റിൽ കോളടിക്കണേ മറ്റേ ഇതില്ലേ വാട്സപ്പ്, അതിൻ്റെ ഗ്രൂപ്പിലാണ് ഇരിക്കുന്നത്. അതിലിങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് സാധുക്കളെയും കൂട്ടി അങ്ങനെ ഇരിക്കും. സാധുക്കളെയും കൂട്ടി ഇരുന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയണ ഏതെങ്കിലും ഉസ്താദുമാർ അതിൽ എത്തിപ്പെട്ടാൽ ഓലമെല്ലാം പിന്നെ റിമൂവ് ചെയ്ത് പുറത്താക്കുക. എന്നിട്ട് കുറച്ച് സാധുക്കൾ അങ്ങനെ ഇരുത്തിയിട്ട് ഉണ്ടാക്കുക, അതിനിങ്ങനെ ഒന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ടുണ്ടോ. ഇങ്ങനത്തെ ഒരു ചർച്ച വാട്സപ്പിലൊക്കെ വ്യാപകമായി വഹാബികൾ വളരെ ആസൂത്രിതമായി നടത്തുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യം. ഇപ്പം ഞാനടുത്ത് ഒരു ചോദ്യം കണ്ട്, ഒരു പുതിയ ചോദ്യം, വളരെ പുതിയൊരു ചോദ്യം കേട്ടോ, ആനത്തലോളുള്ളൊരു ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയുന്നത്? കേട്ടോളൂ, നല്ല ചോദ്യമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികൾക്കും നിയമം പറഞ്ഞ മതാണല്ലോ. എല്ലാത്തിൻ്റെയും നിയമം ഇസ്ലാമിലുണ്ട്. അതിന് ഉദാഹരണമായിട്ട് മൂപ്പര് കൊടുത്തിക്കാണ്, വെള്ളമില്ലാത്ത സ്ഥലത്തുനിന്ന് പിന്നെ ഒതെടുക്കാൻ വെള്ളം കിട്ടാതായാലും തയമ്മം ചെയ്യാൻ വരെ ഇസ്ലാമിൽ കൽപ്പന ഉണ്ടല്ലോ. എല്ലാ സാഹചര്യങ്ങളോടും എങ്ങനെ പെരുമാം ഇസ്ലാം നിയമം പറയും. അപ്പോൾ ഈ എല്ലാത്തിനും നിയമം പറഞ്ഞ ഇസ്ലാം ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നൊരു വിഷയത്തിലും ഇസ്ലാം ശരിയായൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ. അതെന്താണെന്നാണ് മൂപ്പരെ ചോദ്യം. ചോദ്യം കേട്ടോളൂ കേട്ടോ, ഭയങ്കര ചോദ്യമാണ്. അതായത് റബീഉൽ വന്നും തിങ്കളാഴ്ചയും ഒപ്പം വന്നു നിൽക്കട്ടെ. ഇത് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ ജന്മദിനാണല്ലോ. അപ്പോൾ റസൂലുള്ളാഹിന്റെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ട് കുറേ പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. ഇതൊരു തിങ്കളാഴ്ചയായി നിൽക്കട്ടെ. എന്നാൽ പിന്നെ തിങ്കളാഴ്ച ആയതുകൊണ്ട് അന്ന് നോമ്പ് നോൽക്കണം എന്നാണോ ഇസ്ലാമിൻ്റെ നിയമം? അതല്ല, അന്ന് റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹിന്റെ ജന്മദിനായതുകൊണ്ട് ലഡുവും പായസവും ചോറൊക്കെ വിതരണം ചെയ്യണം എന്നാണോ ഇസ്ലാമിൻ്റെ നിയമം എന്നാണ് ചോദ്യം. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായോ? വാട്സപ്പ് ചോദ്യമാണിത്, വഹാബിന്റെ ചോദ്യ. അതായത് തിങ്കളാഴ്ച നോമ്പെടുക്കൽ പൊതുവെ സുന്നത്താണല്ലോ. അപ്പൊ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച വന്നാൽ അന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നോമ്പെടുക്കണം എന്നാണോ നിയമം? അതല്ല അന്ന് ലഡുവും പായസമൊക്കെ വിതരണം ചെയ്യാനാണ് വേണോ? ഏതാണ് അവിടുത്തെ നിയമം എന്ന കാര്യമായൊരു ചോദ്യമാണ്. അപ്പൊ എന്നോട് നാളിപ്പോൾ ഞാനൊരു ഗ്രൂപ്പിലുണ്ട് വാട്സപ്പിന്റെ. അപ്പൊ അതിലിപ്പോ ഒരാളിപ്പോൾ ഈ ചോദ്യം ഒരു വഹാബി അയച്ചു കൊടുത്താന്നും പറഞ്ഞിട്ടാണ്ട് ഈ ചോദ്യം ഇട്ട്. അപ്പൊ ഞാനതിന് ഉടനെ ഒരു ജവാബും കൊടുത്തു. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച റസൂലുള്ളാഹിന്റെ ജന്മദിനമൊക്കെ ആകുമ്പോഴല്ലേ നമുക്ക് ഇഷ്കാലൊക്കെ ഉള്ളൂ. ഈ മുജാഹിദ് തിങ്കളാഴ്ച അന്ന് ഇസ്ലാമിന്റെ നിയമം എന്താ? നോമ്പ് നോൽക്കണം എന്നാണോ? അതല്ല ഈ തൈരും കൂട്ടി ബിരിയാണി കെട്ടണം എന്നാണോ? അല്ലാതെ ഇപ്പൊ നമുക്കൊരു ഇഷ്കാലം അപ്പോൾ വരുമല്ലോ. അല്ല കേൾക്കണ്ട. ഈ വഹാബി മൗലവിന്റെ മോളെ കല്യാണം ഇതേമാതിരി തിങ്കളാഴ്ച വന്ന് വെട്ടുന്ന് കൂട്ടിക്കോളി. അവിടെ ഉണ്ടാവില്ല ഇപ്പൊ ഇഷ്കാലൊക്കെ. അന്നിപ്പോ എന്താ ചെയ്യേണ്ടത്? പിന്നെ ബിരിയാണി തട്ടുകയാണോ വേണ്ടത്? അതല്ല നോമ്പെടുക്കുകയാണോ വേണ്ടത്? ഈ ഇഷ്കാലം എന്താ ഒരു മൗലവിക്കും ഇല്ലാത്തത്? അവിടെയും വേണ്ട ഇഷ്കാല്. അവിടെ എന്താണ് നിങ്ങൾക്ക് ഇഷ്കാലില്ലാത്തത്? നിങ്ങളെ സമ്മേളനം കൂട്ടിക്കോളി. നിങ്ങളെ സമ്മേളനം വന്നത് തിങ്കളാഴ്ച വ്യാഴാഴ്ചയാണെന്ന് കൂട്ടിക്കോളി.
അന്ന് നോമ്പ് എടുക്കുക വേണ്ടത്, സമ്മേളനത്തിന് ഉച്ചക്ക് നിങ്ങൾ വളർന്ന ചോറുന്ന വേണ്ടത്, അതുകൊണ്ട് ഈ സംശയം അവിടെ വരാത്തത്? റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞോടത്ത് മാത്രമല്ല നിങ്ങൾക്ക് ഈ സംശയമൊക്കെ വരുന്നത്. അല്ലാത്തവർക്കൊന്നും ഇപ്പം ഈ സംശയമൊന്നുമില്ലല്ലോ. അവനവൻ്റെ സ്വന്തം കാര്യം വരുമ്പോൾ ഈ സംശയമൊന്നുമില്ല. ഞങ്ങളാരും അള്ളാന്റെ റസൂലിന്റെ ജന്മദിനാണ് എന്നുണ്ട് തിങ്കളാഴ്ച നോൽക്കുന്നതോട് ഉള്ള തൊള്ളേക്ക് ലോഡ് തിരികെ കൊടുക്കലില്ല. പക്ഷെ നോമ്പത്തെ കൊടുക്കാറും ഓൽക്ക് ഞങ്ങൾ ഉണ്ടാക്കുക. നോറ്റോനും ചിലപ്പോ ഭക്ഷണം വാങ്ങിക്കൊണ്ടുപോകും. എന്തിന്? നോമ്പ് തുറന്നിട്ട് തിന്നാനേ. ഇതൊക്കെ ചെയ്യും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ വലിയ സംശയമാക്കി പുതിയത് അവർക്ക് എന്ത് സംശയമൊക്കെ കേട്ടാല്. ഇപ്പോ ചുരുക്കി പറഞ്ഞാൽ നിക്കക്കള്ളില്ലാതെ ഇരിക്കണം. എവിടെയും ക്ലച്ച് ആകണില്ല, ഒരു പിടുത്തം കിട്ടണില്ല. കാരണം എന്താ? ഇതുവരെ പറഞ്ഞിരുന്നത് അള്ളാന്റെ റസൂല് സഹാബത്തും ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പാടില്ല, അന്ന് ഇതൊന്നും ഇല്ലേന്നു, ഓലൊന്നും ചെയ്യാത്ത ഈ സംഗതികളൊക്കെ പുതിയത് വന്നതാണ്, ഈ പുതിയത് വന്നതൊന്നും പാടില്ല എന്നൊരു തിയറിയാണ് വഹാബികൾ സാധാരണ അവതരിപ്പിക്കാറുള്ളത്. സുബ്ഹാനല്ലാഹ്, എന്താ ഈ പറഞ്ഞ സൂത്? നിങ്ങൾക്ക് ആർക്ക് അഭിപ്രായമുണ്ട് പുതിയത് വരുന്നൊക്കെ ഒഴിവാക്കേണ്ടതാണെന്ന്? പുതിയത് വരുന്നതൊക്കെ ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ലോകത്ത് ആർക്കും അങ്ങനെ അഭിപ്രായം? ബുദ്ധിയുള്ള ഒരാൾക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടാവില്ല പുതിയതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നമ്മളൊക്കെ ഈ ലോകത്തിന്റെ പുതുമയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയതൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. നമ്മൾ പുതിയതിൽ എടുക്കാൻ പറ്റിയതൊക്കെ എടുക്കും, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കും. അല്ലേ? നമ്മൾ അങ്ങനെയാണ്. പുതിയതിലും എടുക്കേണ്ടതൊക്കെ എടുക്കും, ഒഴിവാക്കേണ്ടതൊക്കെ ഒഴിവാക്കും. അതാണ് ഇസ്ലാമിന്റെ തിയറി. അല്ലാതെ പുതിയതാന്ന് വെച്ചിട്ട് ഒഴിവാക്കേണ്ടതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത എന്തൊക്കെ പുതിയുണ്ട്, ഒരുപാട് പുതിയതെന്നുണ്ട്. ഈ പുതിയതാണ് എന്ന കാരണം കൊണ്ട് നമ്മൾ ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ? അല്ല. മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം പുതിയതായത് കൊണ്ട് ഒഴിവാക്കണമെന്ന വാദക്കാരുണ്ടോ? ആർക്കും വാദമില്ല. വല്ലാത്ത പുതുമ ചങ്ങായിമാരെ അങ്ങനെ പഠിച്ചോടി. എന്താ ചെയ്യ? അറബി എന്നല്ലേ, അത് മലയാളം സംഗതി മിമ്പർമെന്നുകൂടി മലയാളം പറഞ്ഞു കൊടുക്കുന്ന മൗലവിമാർക്കെങ്കിലും തിരിയണ്ടേന മലയാളം. ബിദഅത്ത് എന്ന പുതിയത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പുതിയ സംഗതിയൊക്കെ ഒഴിവാക്കേണ്ടതാണെന്ന് ആർക്കും അഭിപ്രായം ഉണ്ടോ? ആർക്കും അഭിപ്രായമില്ല. പുതിയതിന് കൊള്ളണ്ടതുണ്ട് തള്ളണ്ടതുണ്ട്. അല്ലേ? സുഹൃത്തുക്കളെ, എല്ലാവരും നമുക്കൊക്കെ അഭിപ്രായം അങ്ങനെയല്ലേ? ഈ പുതിയൊരു സംഘം, പുതിയത് പറഞ്ഞപ്പോൾ നമ്മൾ ആ പുതുക്കത്തിന്റെ കണക്ക് നിശ്ചയിക്കുക. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തത്, അതിന്റെ ശേഷം പുതിയതായി ഉണ്ടായ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. റസൂലുള്ളാഹിന്റെ കാലത്ത് അതില്ല, അതിന്റെ ശേഷം പുതിയതായി ഉണ്ടായതാ. ഈ പുതിയ സംഗതികളൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതുകൊണ്ട് പറ്റാത്തതുകൊണ്ട്. എന്നാൽ പുതിയതൊക്കെ തള്ളണോ? എല്ലാം തള്ളണ്ട. അതിലുകൊണ്ട് നമുക്ക് തള്ളാൻ പറ്റിയതുകൊണ്ട് തള്ളാൻ പറ്റാത്തതുകൊണ്ട്. അങ്ങനെ തന്നെയല്ലേ? ഇതാണ് ബിദഅത്ത് നല്ലവും ചീത്തയുണ്ട് എന്ന് പറഞ്ഞത്. ചെങ്ങായിമാർ അവിടെയും ഒച്ചുണ്ടാക്കുന്നു. ബിദഅത്ത് നല്ലവും ചീത്തയുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒച്ചുണ്ടാക്കും. അതെന്താ സംഗതി? ഈ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ആനത്തലേ നേർച്ചിക്കാണ് അവര്. ബിദഅത്ത് പറഞ്ഞാൽ പുതിയത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്തത്, അതിൽ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഇതാർക്കും അറിഞ്ഞുകൂടാത്തത്? ഈ ബോംബൊക്കെ ബിദഅത്താ, അത് ചീത്തയാണ്, ഒഴിവാക്കണം. ഈ ബോംബില്ലേ, ബോംബ് ഈ ബോംബൊക്കെ ബിദഅത്താണ്. റസൂലുള്ളാഹിന്റെ കാലത്ത് ബോംബൊന്നും ഇല്ലായിരുന്നു, അത് ചീത്ത ബിദഅത്താ, അത് ഒഴിവാക്കണം. അതേ സമയത്ത് ഈ ലഡു അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തത്. അപ്പൊ അന്നില്ലാത്ത എന്തൊക്കെ സംഗതികൾ പുതിയത് പിന്നെ ഉണ്ടായിക്കിടും. അല്ലേ? ഈ പുതിയതൊന്നും സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ലോകത്തെ നിയമെങ്കിലും ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് വല്ല നിക്കാക്കളിൽ ഉണ്ടാവോ? ചെങ്ങന്മാരെ എവിടുന്ന് വലിയ റബ്ബേ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പുതിയത് എടുക്കാൻ പാടില്ല എന്നൊരു നിയമം ലോകത്തില്ല. പുതിയതിലും നല്ലതുണ്ട്, ചീത്തുണ്ട്. നല്ലതെടുക്കുക, ചീത്ത ഒഴിവാക്കുക. ഇതാണ് ലോകത്ത് എല്ലാ ഇമാമിയങ്ങളും പറഞ്ഞത്, എല്ലാ ഇസ്ലാമിക പണ്ഡിതന്മാരും പറഞ്ഞ ആശയത. പക്ഷെ നമ്മളെ മുജാഹിദീങ്ങൾ ഇന്നും പൊതുവെ അതിന് എതിരാണ്. എവിടെ എതിരാണ്? പറയുന്നോടത്ത് എതിരാ, ചെയ്യുന്നോടത്ത് പോലും അങ്ങനെ തന്നെ കേട്ടോ. അത് വേറെ കാര്യം. ചെയ്യുന്നോടത്ത് എന്തൊക്കെ പുതിയത് പോലെടുത്ത്. റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത കുറേ പുതിയത് പോലെടുത്തുണ്ട്, ഒരുപാട്.
നൂറുകണക്കിന് സംഗതികൾ റസൂലുള്ളാന്റെ കാലത്തില്ലാത്ത പുതിയത് വേറെടുത്തുണ്ട്. എന്നാലോ ഓരെന്ത് പറയും, എല്ലാ ബിദ്അത്തും തള്ളേണ്ടതാണെന്ന് പറയും. എല്ലാ ബിദ്അത്തും തള്ളേണ്ടതാണെന്നാ പറയുക. ആ പറയണ നേരത്തെ തന്നെ എന്തുണ്ടാവും, പുതിയതൊക്കെ ഒരിടത്ത് കുറെ ഉണ്ടാവും ചെയ്യും. അത് പിന്നെ പോലെ ഒരു അലാമത്താണ് അത്, കൗലും ഫീലും എതിരാകുക എന്നുള്ളത്. അതിന് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ ബിദ്അത്ത് തള്ളുക, ബിദ്അത്ത് എന്ന് പറയും. ബിദ്അത്ത് തള്ളുക എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം എന്താ? പുതിയത് തള്ളുക. പുതിയതൊക്കെ തള്ളണോ? നമുക്ക് ഓരോന്നോരോന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. റമദാൻ കാലത്ത് മദീനത്ത് പള്ളി ഉണ്ടായിരുന്നു അല്ലേ? ഇന്ന് നമ്മളെ നാട്ടിലും പള്ളിയുണ്ട്. റസൂലുള്ളാന്റെ കാലത്തുള്ള പള്ളിക്ക് മുനാരുണ്ടായിനോ? ഉണ്ടായിനോ? ഉണ്ടായിനോ? ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ മുനാരം നിറഞ്ഞ സാധനം നമ്മളെ പള്ളിക്കൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതില്ലേ, ഇതിലെ പുതിയ അല്ലേ? മിനാര അന്നില്ലാത്ത പുതിയതുണ്ടായതല്ലേ? എന്താ തള്ളാത്ത്? തള്ളൂല. റസൂലുള്ളാന്റെ കാലത്ത് പള്ളിക്ക് ഹൗല് ഉണ്ടായിനോ? ഹൗല് റസൂലുള്ളാന്റെ കാലത്ത് പള്ളിക്ക് ഹൗല് ഉണ്ടായിനോ? ഇന്ന് പള്ളിക്കല് ഹൗലുണ്ടല്ലോ, പുതിയതല്ലേ, എന്താ തള്ളാത്ത്? റസൂലുള്ളാന്റെ കാലത്ത് പള്ളി കമ്മിറ്റി ഉണ്ടായിനോ? ഇന്ന് പള്ളിക്ക് കമ്മിറ്റി ഉണ്ടല്ലോ, ബിദഅത്തല്ലേ, അഥവാ പുതിയതല്ലേ. പുതിയതൊക്കെ തള്ളണം, ബിദഅത്തൊക്കെ തള്ളണം എന്ന് പറഞ്ഞ വഹാബി എന്താ തള്ളാത്ത്? പള്ളി കമ്മിറ്റി കയറിക്കൂടാൻ കച്ചറുണ്ടാക്കുകയുള്ളോ അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട മുസ്ഹഫുകൾ ഉണ്ടായിരുന്നല്ലോ, ഇന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? അത് റസൂലുള്ളാഹിന്റെ കാലത്ത് പള്ളിയിൽ വഖഫ് ചെയ്യപ്പെട്ട മുസ്ഹഫ് ഒറ്റൊന്നുമില്ല. ഇന്നോ വഹാബി പള്ളിയിലൊക്കെ ഇങ്ങനെ മുസ്ഹഫ് ഒട്ടിക്കച്ചിക്കാണല്ലോ. റസൂലുള്ളാഹിന്റെ പള്ളിയിൽ ഒറ്റ ഖുർആൻ പരിഭാഷ ഉണ്ടായിട്ടില്ലല്ലോ. വഹാബിന്റെ പള്ളിയിൽ ഖുർആൻ പരിഭാഷ എത്രണ്ണ നിരത്തിയിരുന്നത്? പള്ളിയുടെ ചാരത്ത് ഒറ്റ ലൈബ്രറി ഇല്ലല്ലോ. വഹാബിന്റെ പള്ളിയുടെ ചാരത്ത് ലൈബ്രറി ഉണ്ടല്ലോ. അല്ലാ, റസൂലുള്ളാഹിന്റെ പള്ളിക്ക് മിഹ്റാബ് ഇല്ലായിരുന്നല്ലോ, വഹാബിന്റെ പള്ളിക്ക് മിഹ്റാബ് ഉണ്ടല്ലോ. അല്ലാ, ഇതൊക്കെ ബിദഅത്തല്ലേ, ഇതൊക്കെ ബിദഅത്തല്ലേ അല്ലേ? അന്ന് ഇസ്ലാം ഒന്നേ ഉള്ളൂ, ഒറ്റ പേരില്. ഇന്നാണെങ്കിലോ എന്തൊക്കെ പേരില്, എന്തൊക്കെ സംഘടനകളാ. ഇതൊക്കെ പുതിയതല്ലേ, ഇതൊക്കെ പുതിയതല്ലേ, ഇതൊക്കെ ബിദഅത്തല്ലേ, പുതിയതൊക്കെ തള്ളേണ്ടതല്ലേ. എന്താ തള്ളാത്ത്? അങ്ങനെ പറഞ്ഞു പോയി എന്തൊക്കെ ഉണ്ട് എന്നാ അല്ലേ? എന്തൊക്കെ അന്നില്ലാത്ത ഇപ്പൊ നമ്മളെ കാലത്തുണ്ട്. ഈ നമ്മളെ കാലത്തുള്ളതൊക്കെ ഇപ്പൊ തള്ളണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യപ്പത്. അപ്പൊ ഇസ്ലാമിൽ അങ്ങനെ പുതിയത് തള്ളണം എന്നൊരു നിയമമൊന്നുമില്ല. ഇസ്ലാമിന്റെ നിയമം എന്താ വെച്ചാൽ, ഈ പുതുതായി ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ നല്ലതാണ്, അത് കൊള്ളാം, ചില കാര്യങ്ങൾ ചീത്തയാണ്, അത് തള്ളണം. ഇതാണ് ഇസ്ലാമിന്റെ നിയമം. മനസ്സിലായോ? ഇതാണ് ഇസ്ലാമിന്റെ നിയമം. ഇനി നൂറ് കാര്യങ്ങൾ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ, പക്ഷെ ഇവിടെയൊക്കെ വഹാബിക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം കേട്ടോ. അത് ശ്രദ്ധിച്ചോളി. നിങ്ങളിപ്പോൾ ഇവിടുന്ന് ഇതൊക്കെ കേട്ടിട്ട് ഏതെങ്കിലും വഹാബി ചെക്കന്മാരോട് എന്നത് ചോദിച്ചാൽ ഉടനെ മൗലവിക്ക് വിളിക്കും. മൗലവി റേഞ്ചിലുണ്ടെങ്കിൽ പറയും എന്ത്, അത് ഇതൊക്കെ ഒരു വ്യത്യാസമുണ്ട്. എന്താ ഇന്ന് പുതുണ്ടാക്കുക മതപരമായ കാര്യങ്ങളില, ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് മതത്തിന്റെ കാര്യത്തിലല്ല എന്നറിയും. ശരി, നിങ്ങൾ കൂടുന്നത് അമ്പലത്തിന്റെ കാര്യ, മതത്തിന്റെ കാര്യമല്ലേ? നിങ്ങൾ ഈ പള്ളി കമ്മിറ്റി കൂടുന്നത്, അതേമാതിരി തന്നെ നിങ്ങൾ ഈ സമ്മേളനം വെക്കുന്നത്, നിങ്ങൾ ഈ ഇസ്ലാമിന്റെ പേരിൽ പല പരിപാടികളും വെക്കലുണ്ടല്ലോ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത. ഇതൊക്കെ നമ്മൾ നടത്തിയാൽ ഇതിലൊക്കെ നമ്മൾ പങ്കാളികളായാൽ ആഖിറത്തിൽ നമുക്ക് കൂലിട്ടെന്ന് വെച്ചിട്ടല്ലേ. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയാ, ഞങ്ങളിപ്പോ ഒരു പള്ളിക്കല് കമ്മിറ്റിയിൽ അംഗമായി പ്രവർത്തിക്കാൻ അതിനെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ആഖിറത്തിൽ കൂലിട്ടണം എന്നാണ്. ആഖിറത്തിൽ കൂലി, പള്ളിക്കൊരു അത് ഉദ്ദേശിക്കുന്നത് ആഖിറത്തിൽ കൂലിട്ടണം എന്നാണ്. പള്ളി കമ്മാൾ ഇപ്പൊ കടകൾ കിട്ടുന്നത് ആഖിറത്തിൽ കൂലിട്ടണം, ആഖിറത്തിൽ കൂട്ടണം എന്ന് ഉദ്ദേശിച്ച്. മനസ്സിലായില്ലേ? മതപരമാണ്. മതപരമല്ലാത്തൊരു സംഗതി, അഥവാ മതത്തിന്റെ അംഗീകാരമില്ലാത്തൊരു സംഗതി ഒരാള് ചെയ്താൽ അയാൾക്ക് ഇതിന് ആഖിറത്തിൽ കൂലി. അപ്പൊ എന്ത് മനസ്സിലായി? ഇതൊക്കെ മതപരമാണെന്ന് മനസ്സിലായി. പക്ഷെ ഇതൊക്കെ മതപരമായിട്ട് പോലും നമ്മളെ വഹാബികൾ എന്ത് ചെയ്യണില്ല, അതൊക്കെ ഓർക്ക് നല്ലോണം ഉണ്ട്. ഈ പരിപാടികളെല്ലാം അവർ ചെയ്യുന്നുണ്ട് അല്ലേ? മദ്രസ നടത്തുന്നില്ലേ? കാലം അതുണ്ടായി, ഇങ്ങാത്തുന്നില്ലേ?
തെറ്റാനുണ്ടോ? സള്ളം ഇടക്കടത്ത് പെണ്ണും കഴിഞ്ഞിട്ട് സൂള് വെള്ളം നടന്നിട്ട് ഇപ്പൊ കാര്യം പറയും എന്ത് അല്ലാ ഈ നബിദിന പരിപാടി എന്ന് പറഞ്ഞാൽ പക്ക വിധേയത്താണ്. അതിന്റെ കാരണം എന്താ പറയുക, നിങ്ങള് മുസ്ലിമീങ്ങൾക്ക് 2 ആഘോഷമേ അള്ളാഹുത്താല പഠിപ്പിച്ചിട്ടുള്ളൂ. അതിലൊന്ന് വലിയൊരുനാളിനും മറ്റേ ചെറിയൊരുനാളിനുമാണ്. മൂന്നാമത്തെ ഒരു ആഘോഷം ഇസ്ലാമിന്റെ പേരിൽ ഉണ്ടാക്കിയത് വലിയ വിധേയത്താണ്, അത് സഹിച്ചു കൊടുക്കാൻ പറ്റൂല എന്നാണ് വഹാബിന്റെ ന്യായം അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ ഞമ്മക്കും പറഞ്ഞു നോക്കാലോ. ഇസ്ലാമിൽ ആകെ 2 സമ്മേളനങ്ങളേ ഉള്ളൂ. ഒന്ന് ദുൽഹിജ്ജ 10 നടക്കണം, ദുൽഹിജ്ജ 9 നടക്കണ ആഗോള സമ്മേളനമാണ്, അതാണ് ഹജ്ജ്. രണ്ടാമത്തത് എല്ലാ ആഴ്ച നടക്കുന്ന പ്രാദേശിക സമ്മേളനമാണ്, അതാണ് ജുമാ. ഈ 2 സമ്മേളനം ഇസ്ലാമിലുള്ളൂ. അതിന്റെ പുറമെ പിന്നെ മൂന്നാമതൊരു ജില്ലാ സമ്മേളനം, പഞ്ചായത്ത് സമ്മേളനം, സംസ്ഥാന സമ്മേളനമൊക്കെ വെക്കുന്നത് ഇസ്ലാമിൽ പുതുതായി കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കലാണ്. അത് പക്കാ വിധേയത്താണെന്ന് ഇപ്പൊ ഞമ്മക്കും പറഞ്ഞൂടെ അല്ലേ? ആർക്കും ഇത് പറയാൻ പറ്റാത്തത്? പക്ഷെ വഹാബി കേൾക്കുന്നുണ്ടോ? എന്താ കേൾക്കാത്തത്? അള്ളാഹു അല എന്താ കേൾക്കാത്തതെന്ന് അത് വഹാബിയൊക്കെ മാത്രമേ അറിയുള്ളൂ. ഇവിടെ നബിദിന പരിപാടി വെച്ചാ പ്രശ്ന, അത് വലിയ വിധേയത്താ. നബിദിന പരിപാടി വലിയ വിധേയത്താ. എന്നാല് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അത് ബാനർ, എന്താ ബാനർ അറിയോ? റസൂലുള്ളാഹിന്റെ ജന്മദിനാഘോഷം ബാനറിട്ട് എന്നിട്ട് ഒരു ഉസ്താദ് പ്രസംഗിക്കുക, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക, കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലുക, ആളുകൾ അതൊക്കെ കേട്ടിരിക്കുക, റബീഉൽ അവ്വൽ 12 വഹാബി വന്നിട്ട് പറയുന്നത് പക്കാ ബിദ്അത്താണ്, പക്കാ ബിദ്അത്താണ് എന്ന് പറയും. മനസ്സിലായോ? നരകത്ത് പോണ ബിദ്അത്താന്നാ പറയാ. എന്നാ ഇനി ഇത് സ്വർഗത്ത് പോണ ബിദ്അത്താക്കാൻ വഹാബിന്റെ അടുത്ത് നല്ലൊരു മരുന്നുണ്ട്, അതും കൂടി പറഞ്ഞുതരാം. അതെന്താ നിങ്ങള് 1-2 തിരുത്തലുകൾ വരുത്തിയാൽ മതി. ഒന്ന്, അവിടെ പ്രസംഗിക്കാൻ വന്ന ഉസ്താദിനാണ്ട് മാറ്റിയിട്ട് അവിടെ മൗലവിനെ വെക്കുക, ഒരു തിരുത്തലാണത്. രണ്ടാമത്തെ തിരുത്തല്, ബാനറാണ്ട് മാറ്റിയിട്ട് റസൂലുള്ളാഹിന്റെ ജന്മദിനം എന്നതിന് പകരം ഉമർ മൗലവി അനുസ്മരണം എന്നാക്കുക. നരകത്ത് പോണ സദസ് ഇപ്പൊ സ്വർഗത്ത് കാക്കണ കോലാപ്പതി. എളുപ്പമാണ് സംഗതി. ഒരു ബാനർ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. നബിയുടെ ജന്മദിനം എന്നുള്ളതാണ്ട് മാറ്റിയിട്ട് എന്താക്കുക, ഉമർ മൗലവി അനുസ്മരണം എന്നോ കെ എം മൗലവി അനുസ്മരണം എന്നോ. ഇപ്പൊ അമാനി മൗലവിന്റെ വലിയ മൗലൂദ് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് നടത്തിയേ, ഇത്ര വലിയ മൗലൂദ് നടത്തി വല്ല വിധേയത്വം ഉണ്ടായിക്കണോ? ഒരു വിധേയത്വം ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു മൗലവിന്റെ പേരിൽ ഓല പറ്റി പ്രസംഗിക്കുന്ന ആളെ ഉസ്താദിനുണ്ട് മാറ്റിയിട്ട് ഒരു പേനും ഡൗസറൂട്ട മൗലവിനുണ്ടാക്കി മാറ്റിയാൽ ഈ സംഗതി ഇപ്പൊ സ്വർഗത്തേക്കുള്ള പരിപാടിയായി മാറി. ഇതുവരെ നരകത്തേക്കുള്ള പരിപാടിയിൽ. കാരണം റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞ് റസൂലുള്ളാഹിന്റെ ബാനർ വെച്ച പരിപാടിയും നിരക്കുള്ള പരിപാടി ഇപ്പൊ അത് നേരെ മാറി സ്വർഗത്ത് കഴിക്കണം. എത്ര എളുപ്പമുണ്ട് ഒരു വഹാബിക്ക് സ്വർഗത്ത് കൊണ്ടുപോകാൻ? വളരെ എളുപ്പ. അപ്പൊ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അവനാന്റെ സ്വന്തം നേതാക്കന്മാരിതാവുമ്പോൾ സ്വർഗത്തേക്ക് പോകുന്നതാണ് ഒരു കാഴ്ചപ്പാട്. അതേ സ്ഥാനത്ത് അമ്പിയാക്കന്മാരതോ ഔലിയാക്കന്മാരതൊക്കെയാണ് നരകത്തേക്ക് പോകുന്നതാണ് ഒരു പറയുക. അതിന് എന്തൊക്കെ പുതിയതൊരു പറഞ്ഞുണ്ടാക്കുന്നറിയോ? അതൊക്കെ ബിദ്അത്താന്നാ പറയല്. ഇതൊക്കെ ബിദ്അത്താണ്. അപ്പൊ ഞാൻ സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത് എന്നാണ് അതിന്റെ അർത്ഥം. പുതിയത് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ലാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയേണ്ട സംഗതിയാണ്. അന്നില്ലാത്ത പല സംഗതികളും ഇന്നുണ്ട്. ഈ ഉള്ളതിൽ തന്നെ എല്ലാം സ്വീകരിക്കാൻ പറ്റിയതുമല്ല, എല്ലാം തള്ളേണ്ടതുമല്ല. ഇതാണ് ബിദ്അത്ത്. നല്ലതും ചീത്തയും ഉണ്ട് എന്ന് ഇമാമിയങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇമാമിയങ്ങൾ പറഞ്ഞ നല്ല ചീത്തയുണ്ട് എന്നാ അതിന്റെ അർത്ഥം അതാണ്. അപ്പോൾ നമ്മൾ സക്കരിയ സലാഹിക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. റബ്ബയാന്നൊരു സദസ് പറയാൻ പറ്റില്ല. ആജാദി ചോദ്യ ചോദിച്ചത്. എന്താ പറഞ്ഞ്? യേശുക്രിസ്തുവിന്റെ ജന്മദിനം പോലെ നബിദിനം നടത്താൻ പാടില്ലെന്നാണ് അവർ യേശുദിനമല്ലല്ലോ നബിദിനം നടത്തുന്നത്, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ജന്മദിനം നടത്തണത്. ശരി, ഇനിയിപ്പോ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്തൊക്കെ പറയാ? ഇപ്പം പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാർഷിക സമ്മേളനം ആഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി, മുജാഹിദ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു മുജാഹിദിന്റെ ഓഫീസ് ഉണ്ടാക്കി, അതിന്റെ 10ാം വാർഷിക സമ്മേളനം ആഘോഷിക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ അതിന്റെ തലേ അയച്ചേണ്ട അപ്പുറത്ത് ക്രിസ്ത്യൻ പള്ളിന്റെ പള്ളി പെരുന്നാളാണ് എന്നുവെച്ചിട്ട് അപ്പൊ ഒരാൾ പറയാണെന്ത്,
അവിടെ ഓര് പള്ളിപ്പെരുന്നാൾ ആഘോഷിക്കണം, നിങ്ങളിവിടെ പള്ളിന്റെ വാർഷികം ആഘോഷിക്കണം, പേരിലല്ലേ മാറ്റുള്ളൂ എന്ന് വെച്ചാൽ എന്താ പിന്നെ ജവാബ്? എന്താ പിന്നെ പേരിലല്ല മാറ്റം. ആ മാറ്റം എന്തിലാണ്? അതിന്റെ ലക്ഷ്യത്തിലും മാർഗത്തിലും ഒക്കെ മാറ്റമുണ്ട്. മനസ്സിലായോ? അപ്പൊ റസൂലുള്ളാന്റെ ജന്മദിനം ഡിസംബറിലപ്പൊ വന്ന് ഇക്കൊല്ലം വന്ന് അതിനിപ്പോ എന്താ കാട്ടണ്? ഡിസംബറിൽ വന്നു. ഡിസംബറിൽ റബീഉൽ അവ്വലായി. റബീഉൽ അവ്വലായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം മുഅ്മിനീങ്ങൾ ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ ആഘോഷിക്കുക? റസൂലുള്ളാന്റെ ശറഈനോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ ആഘോഷിക്കുക. അതിനെതിരായ രീതിയിൽ ആഘോഷിക്കാൻ പാടില്ല. അതായത് ദീനുൽ ഇസ്ലാമിലൊരു നിയമമുള്ള എന്താണെന്ന് വെച്ചാൽ, പുതിയത് നിങ്ങൾ ഉണ്ടാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പുതിയത് ഉണ്ടാക്കുന്നതിന് ദീനെതിരൊന്നല്ല. പുതിയത് അങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ പുതിയത് എന്തുണ്ടായാലും ശരി അത് ദീനിനോട് പൊരുത്തപ്പെടാത്താണോ അത് ഒഴിവാക്കണം. ദീനിനോട് പൊരുത്തപ്പെടാൻ ഇതാണ് നിയമം. ഞാൻ ചോദിക്കട്ടെ, ഹദീസ് കുറെ ഉണ്ട്, ആയത്തുണ്ട് എന്ന് ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം നടത്താൻ പാടില്ല എന്നിട്ട് ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അന്ന് വഹാബിന്ന് കൊടുന്നാട്ടെ. റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല, റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതിന് ഒരു ഹദീസ് ഉണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവന്നാട്ടെ. ഒരായത്തുണ്ടെങ്കിൽ അതൊന്ന് കൊണ്ടുവന്നാട്ടെ. ഈ ആയത്തും ഹദീസൊന്നും ഇല്ലാത്തൊരു വിഷയത്തെപ്പറ്റി പാടില്ല 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 എന്ന് അവനാന്റെ നാവ് കൊണ്ട് പറഞ്ഞുണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? തെളിവ് വേണ്ടതിനൊക്കെ. അന്ന് സക്കരിയ സലാഹി പ്രസംഗിച്ച ഓർമ്മയില്ല നിങ്ങൾക്ക്? എന്ത് ഹറാമാണ് ശിർക്കാണെന്നൊക്കെ വെറുതെ പറഞ്ഞാൽ മതിയോ? അതിനൊക്കെ തെളിവ് വേണ്ടേ എന്ന് വെച്ചില്ലേ? അതെന്നെ എവിടെയും ചോദിക്കണം. ഇതിന് തെളിവ് വേണ്ടേ? ഇത് ഹറാമാന്ന് പറഞ്ഞെങ്കിൽ തെളിവ് വേണ്ടേ? എവിടെ തെളിവ്? ആരെ എങ്ങനെ പറഞ്ഞത് ഇത് ഹറാമാണെന്ന്? അല്ലേ? അപ്പൊ വെറുതെ മുസ്ലിമീങ്ങൾ എന്താക്കുക, ഫിത്നയിലാക്കാൻ വേണ്ടി വെറുതെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു മദ്ഹ് ഓതാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അത് മുടക്കാൻ വേണ്ടി ഒരു സ്വലാത്ത് ചൊല്ലി കേൾക്കാൻ പറ്റിയ മജ്ലിസ് എവിടെയെങ്കിലും സംഘടിപ്പിക്കപ്പെടാൻ കാരണമാകുന്ന ആ വഴികളെ കൊട്ടാവി മഹാപാഠങ്ങളാണ് ഇതൊക്കെ. സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൗലിദിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ കാലുണ്ടായി ആ വലിയ പിന്നെ അതിൻ്റെ ഒരു കോലും ചേലും സമയവും അതിലൊക്കെ പുതുമ വന്നിട്ടുണ്ടാവും. അത് ഏതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളൊക്കെ തൈലീം പഠിപ്പിക്കുക എന്നുള്ളത് റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഉണ്ട്. ഇൽമു പഠിപ്പിക്കണതിനും പഠിക്കണതിനൊക്കെ വലിയ ബഹുമാനം അള്ളാഹിന്റെ റസൂല് പറഞ്ഞതാ. അതൊക്കെ ശരി. പക്ഷെ നിങ്ങൾ നോക്ക്, രാവിലെ 7:30 വെല്ലടിച്ചിട്ട് 9:00 വിടുന്ന ഒരു 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 പണി ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? രാവിലെ 7:30 വെല്ലടിക്കുക എന്നിട്ടോ 9:00 വിടുക. അങ്ങനത്തെ ഒരു തൈലീം അള്ളാഹുവിന്റെ റസൂൽ നടത്തിയിരിക്കണോ? പള്ളിന്റെ ചാരത്ത് മദ്രസ എന്നൊരു കെട്ടിടമൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ വന്ന് ഒരു ബ്ലാക്ക് ബോർഡൊക്കെ വെച്ച് അവിടെ പ്രത്യേക ഉസ്താദുമാരൊക്കെ നിർത്തി രാവിലെ നേരത്തെ ഒരു 7:30 മണിക്ക് വെല്ലടിച്ച് 9 മണിക്ക് വിട്ട് എന്നിട്ട് അവിടെ ഒരു പരീക്ഷയും അവിടെ കുറച്ച് ടെക്സ്റ്റ് ബുക്കും നോട്ടുക്കും ഇങ്ങനത്തെ ഒരു പണിയൊക്കെ ഒന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ സമയം നിശ്ചയിച്ചില്ല അവിടെ? റസൂൽ നിശ്ചയിച്ചിരുന്ന ഈ സമയം 7:00 സമയം ആണോ? അപ്പൊ സമയം നിശ്ചയിക്കൽ തെറ്റാന്നറിയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നിങ്ങൾ മാസത്തെ ിരുന്നത് ഒരു അവസരമാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിന ആ മാസത്തിൽ ഉണ്ടായി. അത് സത്യമല്ലേ? യാദൃശ്യമായതല്ല. യാദൃശ്ചികമായി ഉണ്ടായതായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കൂല. കാരണം ജനനവും മരണവും ഹിജ്റയും എല്ലാം ഒരേ മാസം. ഇത് യാദൃശ്ചികമാണോ? അല്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഈ നിലക്ക് അതൊക്കെ സംഭവിച്ചു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനപ്രകാരം ഉണ്ടായതാണ്. ജന്മമുണ്ടായതും വഫാത്തുണ്ടായതും അതുപോലെ തന്നെ ഹിജ്റ ഉണ്ടായതൊക്കെ ഒരേ ദിവസം, ഒരേ ഡേറ്റ്, ഒരേ മാസം അല്ലേ? ഇതൊന്നും യാദൃശ്ചികമായി ഉണ്ടായതല്ല. നമുക്ക് ചിന്തിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ റസൂലുള്ളാഹിന്റെ ജന്മദിനം നടന്ന ആ മാസം എന്ന അവസരം മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്തി അള്ളാഹിന്റെ റസൂലിന് കുറെ സ്വലാത്ത് എല്ലാവരും തീരുമാനിച്ചു. റസൂലുള്ളാഹിന്റെ മദ്ഹ് കുറെ പറയാൻ തീരുമാനിച്ചു. അപ്പോഴേക്ക് വന്ന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിട്ട് അല്ലേ? പിന്നെ വേറെ ചോദ്യമാണ്. ഇപ്പൊ ഞാൻ കണ്ട് വാട്സപ്പില് എന്താ ചോദ്യം എന്നറിയങ്ങള്.
പിന്നെ മൗലിദ് റസൂലുള്ളാഹിന്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനെ പറ്റി കൊണ്ട് പറഞ്ഞിട്ടേ എന്തൊരു ആത്മാർത്ഥമായിട്ടാ പറഞ്ഞറിയാ. റസൂലുള്ളാഹിനെ അങ്ങേയറ്റം സ്നേഹിച്ച നടത്തില്ല, എങ്ങനെയായത്? പിന്നെ എങ്ങനെ എങ്ങൾക്ക് പുണ്യായത്? അല്ല, 4 സ്വഹാബിമാര് പോട്ടെ, റസൂലുള്ളാഹിന്റെ സ്വഹാബത്തിന്റെ കാലത്തോ താബിഈങ്ങളുടെ കാലത്തോ ഉത്തമ നൂറ്റാണ്ടിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഖുർആൻ പരിഭാഷ എഴുതിയിട്ട് ഏതെങ്കിലും പള്ളിക്കൽ കൊണ്ട് വെച്ചിരുന്നു, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പുണ്യായത്? അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ഞാൻ കുറെ സംഗതികളുടെ എണ്ണി പറഞ്ഞു. കട്ടുണ്ടോ? ഹലോ, കട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? പിന്നെ നെറ്റില് പിന്നെ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാപ്പോൾ സൗകര്യമില്ല, രാത്രി ആയിപ്പോയില്ലേ, കടകളൊക്കെ അടച്ചു. അപ്പൊ ഒരു തൽക്കാലം മൊബൈൽ നെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ അതിനാണ് ഇവിടെ 3G ഇല്ല. 3G കൊണ്ട് നിങ്ങൾ 2G നെറ്റിലാണ് ഇപ്പൊ ഈ പോക്ക് പോണത്. ഓക്കെ കട്ടില്ല. അത് മതി. അപ്പൊ ഞാൻ പറഞ്ഞെന്തറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞത് നബിയും സഹാബത്ത് അത് ചെയ്തിരുന്നോ എന്നാ ചോദ്യം. എന്നാ കേട്ടോ, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇബാറത്ത് വായിച്ചില്ല. സൂഫിയാക്കളുടെ ദിക്ർ ഹൽക്കനെ സംബന്ധിച്ച ഒരു ചർച്ച ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യയിൽ പറയുന്നുണ്ട്. ഗസാലി ഇമാമ പറഞ്ഞത് ഹിജ്റ 505 വഫാത്തായ മഹാനാണ്. തന്റെ ഇഹ്യ എന്ന കിതാബ് ലോക പ്രശസ്ത ഗ്രന്ഥമാണ്. ആ കിതാബില് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ സൂഫിയാക്കളുടെ ദിക്ർ അദബുകൾ ഇങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തില് ഗസാലി ഇമാമ പറയുന്നുണ്ട്, സൂഫിയാക്കളുടെ അതിൽപ്പെട്ട ഒരാൾക്ക് വജ്ദ് ഉണ്ടായി, എന്നിട്ട് അയാൾ എഴുന്നേറ്റുന്നു. വജ്ദ് എന്ന് പറഞ്ഞാൽ ദിക്റിൽ കിട്ടുന്ന ആനന്ദത്തിനാണ് ഈ വജ്ദ് എന്ന് പറയുന്നത്. ആ വജ്ദ് ഉണ്ടായപ്പോ ഇരുന്ന് ദിക്ർ ഇരുന്ന ഒരാൾ എഴുന്നേറ്റുന്നു. അയാൾ എഴുന്നേറ്റപ്പോ ബാക്കിയുള്ളവരും എഴുന്നേറ്റു. എന്നാ പിന്നെ ഈ എഴുന്നേറ്റ ആളുകളുടെ കൂടെ ആ സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അതാണ് അവിടുത്തെ അദബ്. മനസ്സിലാണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഇപ്പം എനിക്കിവിടെ സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കെ നിങ്ങൾ ഒന്നും അടിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോഴേ എന്താ പറഞ്ഞറിയോ, ദിക്റിലാണ് സൂഫിയാക്കൾ കൂടിയിരുന്നിട്ടേ. അപ്പോൾ സൂഫിയാക്കൾ കൂടിയിരുന്ന ദിക്റിലുള്ള സമയത്ത് അവിടെ ഒരാൾ ഇങ്ങനെ എഴുന്നേറ്റെന്ന് നിൽക്കട്ടെ. എന്നാ അയാൾ എഴുന്നേറ്റുന്നപ്പോൾ അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ എന്നാ എല്ലാവരും എഴുന്നേൽക്കണം, എന്നാ എല്ലാവരും എഴുന്നേൽക്കണം ഇമാമ പറയാ. അതേപോലെ ചിലപ്പോണ്ട് സൂഫിയാക്കള് ദിക്ർ ചെല്ലുന്ന സമയത്ത് ആ ദിക്റിൽ ഇങ്ങനെ ലയിച്ച് അവർക്ക് വജ്ദ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, വജ്ദ് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേകമായ ആനന്ദത്തിൽ അവരിങ്ങനെ ലയിച്ചിട്ട് തലയിൽ വെച്ച തലപ്പാവ് ചിലപ്പോൾ താഴേക്ക് വീഴും. അങ്ങനെ തലപ്പാവ് വീഴുന്ന സമയത്ത് അവരെ അനുകരിച്ചുകൊണ്ട് തലവ് നിലക്കാറുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ എല്ലാവരും അത് ചെയ്യലാണ് ഭംഗി. ഗസാലിമാമ പറയാ. ഇതിങ്ങനെ വിശദീകരിച്ചിട്ട് ഗസാലിമാമ ചോദിക്കട്ടോ, കേട്ടോളി. വഖൗലുൽ ഖായിലി ഇന്ന ദാലിക ബിദ്അത്തുൻ ലം യകുൻ ഫി സ്വഹാബത്തി. കേട്ടോ, എന്നാ ചിലർക്ക് പറയാം ഇതൊക്കെ ബിദ്അത്തല്ലേ, സ്വഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ദിക്റിലും ഒരാൾ നീച്ചു മറ്റുള്ളവർ നീച്ചു കിടക്കുക എന്നൊക്കെ ഉണ്ടായിക്കണോ എന്ന് ചോദിച്ചാൽ കേട്ടോടെ എന്റെ മറുപടി, ഫലൈസ കുല്ലുമാ യുഹ്കമു ബിഇബാഹത്തിഹി മൻഖൂലൻ അനി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. ഹലാല എല്ലാ കാര്യങ്ങളും സ്വഹാബത്തിന്റെ കാലത്ത് ഉള്ളതായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വ ഇന്നമൽ മഹ്ദൂറു, അപകടമുള്ളത് വ ഇന്നമൽ മഹ്ദൂറു,
ഇർത്തികാബു ബിദ്അത്തിൻ തുറാഗിമു സുന്നത്തൻ മഅ്സൂറത്തൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു വന്ന ഒരു സുന്നത്തിനോട് എതിരാകുന്ന ബിദ്അത്ത് ചെയ്യുന്നതിലാണ് അപകടമുള്ളത്. വലം യുങ്കലിൻ നഹ്യു അൻ ശൈഇൻ മിൻ ഹാദാ, ഇപ്പറഞ്ഞ സംഗതികളിൽ ഒന്നിനെ തൊട്ടും നബിതങ്ങളിൽ നിന്ന് വിരോധനം വന്നിട്ടില്ല, അതുകൊണ്ട് അത് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഗസാലി ഇമാം വിവരിക്കുക, കേട്ടോളി. വൽ ഖിയാമു ഇൻദ ദുഖൂലി ലിദ്ദാഖിലി ലക്കും ആദൽ അറബി. ഏത് ജുസീലാന്ന് വെച്ചാൽ എനിക്ക് പറയാൻ കിട്ടൂല. ആദാബു സുഹബത്തിന്റെ അധ്യായത്തിലാണ് ഉള്ളത്, ആദാബു സുഹബ കേട്ടോ. വൽ ഖിയാമു ഇൻദ ദുഖൂലി ലിദ്ദാഖിലി, കേട്ടോളി. ഒരാൾ കടന്നു വരുന്ന സമയത്ത് അയാളെ ആദരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കൽ ലം യകുൻ മിൻ ആദത്തിൽ അറബി, അത് അറബികളുടെ പതിവല്ലായിരുന്നു. ബൽ മറിച്ച് കാന സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും, സ്വഹാബത്തായിരുന്നു ലാ യഖൂമൂന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദിൽ ഹാൽ, ചില സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് കടന്നു വരുന്ന സമയത്തും സ്വഹാബികൾ എഴുന്നേറ്റ് നിൽക്കാറില്ലായിരുന്നു. ചില സമയത്ത് കേട്ടോ. ഇതുപോലെ കമാ റവാഹു അനസ് റളിയല്ലാഹു അൻഹു. വലാകിൻ, എങ്കിലും ഇതിൽ അതിനെ സംബന്ധിച്ച്, അതായത് ആരെങ്കിലും നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ അയാളെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് ഒരു പൊതുവിരോധനം ഇല്ലാത്തതിനാൽ ഫലാ നറാ ബിഹി ബഅ്സൻ, നമ്മൾ അതിന് വിരോധമൊന്നുമില്ല. ഫിലാദില്ലദി, ചില നാട്ടുകളിൽ, എങ്ങനത്തെ നാടാണ്, ജറത്തിലാദത്ത് ഫീഹ, ആ നാട്ടിൽ പതിവാണ് ബിഇക്റാമിദ് ദാഖിലി ബിൽ ഖിയാമി, കടന്നു വരുന്നവനെ എഴുതുന്ന ബഹുമാൻ പതിവ് നാട്ടിൽ മനസ്സിലില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വിരോധിച്ചു കാണുന്നില്ല എന്നതാണ് കാരണം. ഫഇന്നൽ മഖ്സൂദ മിൻഹു വൽ ഇഹ്തിറാമു വൽ ഇക്റാമു വതതീബുൽ ഖൽബി ബിഹി, കാരണം ആ എഴുന്നേറ്റിക്കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? അയാളെ ബഹുമാനിക്കലും അതുപോലെ തന്നെ അയാൾക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാക്കി കൊടുക്കലുമാണ്. അപ്പോ അങ്ങനെയുള്ള സംഗതികൾ അന്നില്ലായിരുന്നു എന്ന് വെച്ചിട്ട് അത് തെറ്റാന്ന് നമ്മൾ പറയില്ല. തെറ്റാന്ന് പറയണമെങ്കിൽ അന്ന് അത് പാടില്ല എന്ന് പറഞ്ഞ് വിരോധനം വരണം. അത് ഉണ്ടാകത്തിടത്തോളം കാലം എല്ലാ സംഗതികളും തെറ്റാണ്, ഒരു സംഗതിയെ പറ്റിയും തെറ്റാണെന്ന് പറയാൻ ഒരു നിവൃത്തിയില്ലാതെ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹിയാലാണ് ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെ ആലിമീങ്ങൾ പറഞ്ഞ ഇതാണ്, എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ ഇതാണ്. അതായത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ എതിർക്കപ്പെടേണ്ട ഒരു പുതിയത്, അതിനാണ് ശറഈയായ ബിദ്അത്ത് എന്ന് പറയുക. എതിർക്കേണ്ടത് എപ്പോഴൊക്കെപ്പെടാതില്ലേ അതിനെപ്പറ്റി വിരോധം വരാം, അതിനെ എതിർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കണം. അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറയാ, നമ്മളെ മദ്രസയിലൊക്കെ അല്ലെങ്കിൽ മഹല്ലുകളിലൊക്കെ നബിദിന പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ നബിദിന പരിപാടികളിൽ എന്തൊക്കെ ഉണ്ടാകല്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹിലും മദ്ഹിന്റെ ബെയ്ത്ത് ഉണ്ടാവും, അറബിയിലും മലയാളത്തിലും ഉണ്ടാവും. അതുപോലെ തന്നെ ഹദീസുകൾ ഉണ്ടാവും. കുട്ടികൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്ന, ഇസ്ലാമിന്റെ പോരിശ പറയുന്ന പ്രസംഗങ്ങളും പാട്ടുകളൊക്കെ അവതരിപ്പിക്കും, അല്ലേ? ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും. മഗ്രിബിന്റെ നേരാകുമ്പോൾ ചിലപ്പോൾ ഒരു പൊതുപരിപാടി ഉണ്ടാവും. ആ പരിപാടിയിൽ ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞു കൊടുക്കാൻ ഒരു ഉസ്താദ് വന്ന് പ്രസംഗിക്കും. ഇതൊക്കെ ചെയ്യും. ഈ പ്രസംഗം കേൾക്കാൻ വന്ന കൂട്ടത്തിൽ കുറെ ആണുങ്ങളുണ്ടാവും, പെണ്ണുങ്ങളുണ്ടാവും. പക്ഷേ ആണുങ്ങളിൽ പലരും സ്റ്റേജുമുണ്ടാവും, പെണ്ണൊറ്റൊന്നും സ്റ്റേജുമുണ്ടാവില്ല. എന്താ? പെണ്ണുങ്ങൾക്കും വേണ്ട റസൂലുള്ളാഹിനെ സ്നേഹിച്ചോട്ടെ, ഒരു പേരിരുന്ന് സ്നേഹിച്ചാൽ മതി, അല്ലെങ്കിൽ സ്റ്റേജിന്മേൽ കയറി ഒരു സ്നേഹിക്കണ്ട. കാരണം എന്താ? അത് ഇസ്ലാം പറഞ്ഞതിനോട് എതിരാ. മനസ്സിലായോ? അത് ഇസ്ലാം പറഞ്ഞതിനോട് എതിരാ, അതുകൊണ്ട് പറ്റൂല. എന്നാ ഇനിയിപ്പോ വേറൊരുത്തിന് തീരുമാനിക്കും, എന്നാ ഇനിയിപ്പോ ഏതായാലും നമ്മൾ റസൂലുള്ളാഹിന്റെ ജന്മദിനമൊക്കെ ആഘോഷിക്കല്ലേ, ഒരു ഗാനമേളം ഉണ്ടാക്കിയാലോ? പറ്റൂല, അത് ഇസ്ലാം പറഞ്ഞതിനോട് എതിരാണ്. അപ്പൊ അത് പുതിയതാണെന്ന് കാര്യമില്ല, പുതിയത് റസൂലുള്ള വിരോധിച്ചതിൽപ്പെട്ടതാണ്. അപ്പൊ വിരോധനമുള്ള റസൂലുള്ളാഹിന്റെ നെഹിയുള്ള ഒരു പുതിയത് വന്നാൽ അങ്ങനത്തെ വഴന്ന് പറയലും പ്രസംഗിക്കലും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടലും പറയലും ഭക്ഷണം കൊടുക്കലും ഇതൊന്നും വിരോധിച്ചതല്ല, മറിച്ച് പ്രോത്സാഹിച്ചതാണ്. ആ കിട്ടിയ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് റബീഉൽ അവ്വൽ 12 എന്ന നിലയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. ഇതിനെ എതിർക്കാൻ എന്ത് ന്യായമുള്ളത്? ഇത് സ്വഹാബത്തിന്റെ കാലത്ത് റബീഉൽ അവ്വൽ 12 എന്നുള്ള നിലക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ശരിയാ. പക്ഷേ റബീഉൽ അവ്വൽ 12 എന്ന നിലക്ക് വ്യാപകമായി സഹാബത്തിന്റെ കാലത്ത് നടത്തിയിട്ടില്ല. ഈ ഒറ്റാരോട് എതിർക്കാൻ വല്ല ന്യായമുണ്ടോ? അങ്ങനെ ആയിരുന്നെങ്കിൽ ഏതൊക്കെ വിഷയത്തെ നമ്മൾ എതിർക്കണം?
ഇസ്ലാമിക ലോകത്ത് സ്വഹാബത്ത് നടത്താത്ത പരിപാടികളൊന്നും നടത്താൻ പാടില്ലാത്തതാണ് എന്നൊരു നിയമമുണ്ട് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു ഇമാമുണ്ടോ? ഏതെങ്കിലും ഒരു പണ്ഡിതനുണ്ടോ? ഏതെങ്കിലും ഒരു മഹാത്മാവുണ്ടോ? മാത്രമല്ല മുസ്ലിം ഉമ്മത്തിന്റെ പൊതുവായ തീരുമാനങ്ങളിൽ അങ്ങനെ ഉണ്ടോ? എ.ടി. കരീം അടക്കമുള്ള വഹാബികൾക്ക് സ്വഹാബത്ത് നടത്താത്ത ഒരു സംഗതി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പ് വരാൻ പറ്റുമോ? അല്ല, അവമാളിൽ ചോദിക്കുക. എ.ടി. കരീമെ അങ്ങനെ വേഗം കയ്യെന്താക്കണ്ട കേട്ടോ. നിങ്ങൾ അങ്ങനെ കയ്യാണ് ചോദ്യങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങൾ കയ്യെതാത്ത് നമ്മുടെ കയ്യക്കാടെ പൊന്തിച്ച് പിടിച്ചോളി. ഏതായാലും ചോദ്യത്തിന് നിങ്ങൾ ജവാബ് പറയേണ്ടി വരും. മനസ്സിലായോ? ചോദിച്ചാൽ പിന്നെ നിങ്ങൾ ജവാബ് പറയേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ കാലത്തില്ലാത്ത ഒരു പരിപാടി ഞങ്ങൾ നടത്തുന്നില്ല എന്ന് വഹാബിയൊക്കെ പറയാൻ പറ്റുമോ? ഇത് ചോദ്യമാണത്. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളി. ഞങ്ങൾ അന്നില്ലാത്ത ഒന്നും ഞങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞോളി കേട്ടോ. നടത്തുന്നുണ്ടെങ്കിൽ അത് പറയും. അങ്ങനെ നിങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ മാത്രം ചോദ്യം ചെയ്യാൻ എന്ത് ന്യായമുള്ളത്? അവിടെ ഞാൻ പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിഷയമല്ല. കാരണം ഞാൻ ഇമാം ഗസാലിന്റെ ഇബാറത്ത് ഇപ്പോൾ വായിച്ചു. ഗസാലി ഇമാം എന്താ പറഞ്ഞത്? സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടോ അല്ലേ നോക്കിയിട്ടല്ല ഒരു കാര്യം ഹലാലാണോ അല്ലേ തീരുമാനിക്കല്. ഹലാലാണ് എന്ന് നമ്മൾ പറയുന്ന, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളും സ്വഹാബത്തിന്റെ കാലത്ത് ഇല്ല എന്ന് വെച്ചിക്കാണ്ട് എന്ന് പറയാ ഇമാം പറയുന്നത്. ഗസാലി ഇമാം പറയാ അന്നില്ലാത്തൊരു സംഗതി പുതുതായി ഉണ്ടാൽ ആ തെറ്റണമെങ്കിൽ അത് റസൂലുള്ളാന്റെ സുന്നത്തിന് വിരുദ്ധമാകണം. മനസ്സിലായോ? അതിന് എതിരാകണം. അഥവാ റസൂലുള്ള വിരോധിച്ചതിൽപ്പെട്ടതാകണം. അങ്ങനെ വിരോധിച്ചതിൽപ്പെട്ടത് പുതുതായി ഉണ്ടായാലേ അത് തെറ്റ് എന്ന് പറയാൻ നിവൃത്തിയുള്ളൂ. അല്ലാത്തതിനെ കുറിച്ച് തെറ്റ് എന്ന് പറയാൻ നിവൃത്തിയില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇഹ്യയിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? സക്കീയ ഉസ്താദ് ഇവിടെ വേറൊരു ചോദ്യം അടിച്ചു. അത് വളരെ പ്രസക്തമായൊരു സംഗതിയാണ്. കാരണം ഈ വഹാബികൾക്കൊരു ഇരട്ടത്താപ്പുണ്ട്. സഹാബത്തിക്കണോ? അവർ മൗലിക്കണോ? ആയിഷ ബീവി മൗലിദ് ഓതിക്കണോ? റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷം നടത്തിക്കണോ? അത് കേട്ടാൽ വിചാരിക്കെന്തറിയോ? ഏതെങ്കിലും ഒരു കിതാബിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുക്ക് റബീഉൽ അവ്വൽ 12 മൗലിദ് ഓതിന്റെ തെളിവാണ്ട് കൊടുത്താൽ പിന്നെ വഹാബികളും മൗലിദും കൗന്നാണ്ട് കിടക്കുന്ന തോന്നുക. കേട്ടാലേ അങ്ങനെ തോന്നുക അല്ലെ? ചോദ്യം കേട്ടാല് സിദ്ദീഖുൽ അക്ബർ മൗലിദ് ഓതിക്കണോന്നൊക്കെ ചോദിക്കുന്നിട്ടാല് സിദ്ദീഖുൽ അക്ബർ നബിദിനാഘോഷിച്ച് തെളിവാണ്ടാ പിന്നെ വഹാബികൾ നബിദിനാഘോഷത്തുമ്പോ കൗന്നെടുക്കുന്ന തോന്നുക. പക്ഷെ കേൾക്കണോ കഥ? ഈ സിദ്ദീഖുൽ അക്ബറിന്റെ ഉമർ റളിയല്ലാഹുവിന്റെ ഒക്കെ പല ചരിത്രം പറയുന്ന കൂട്ടത്തിനകത്ത് തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ വഹാബി അറിയ അത് ഞങ്ങൾ സ്വീകരിക്കൂല. കണ്ട കോലം മാറി. കണ്ടങ്ങള് ഉസ്മാൻ എഴുതുന്നു എന്ന് വെച്ചാൽ വഹാബിനോട് പറയാ ഉസ്മാൻ അള്ളാഹിന്റെ കാലത്ത് ജുമാക്ക് 2 ബാങ്ക് കൊടുത്തിരുന്നു. സഹാബത്ത് മുഴുവനും അത് അംഗീകരിച്ചിരുന്നു. ഉമർ അള്ളാഹിന്റെ കാലത്ത് തറാവി 20 റക്അത്ത് നിസ്കരിച്ചിരുന്നു. സഹാബത്ത് മുഴുവൻ അംഗീകരിച്ചിരുന്നു. അപ്പൊ വഹാബിയും അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്നറിയും. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ സുന്നത്താ നോക്കേണ്ടത്, ഉമറിന്റെ സിദ്ദീഖിന്റെ അല്ല എന്നറിയും. സുബ്ഹാനല്ലാഹ്. അപ്പൊ കോലം പിന്നെയും മാറി. നോക്കുങ്ങള് കോലം മാറി. അപ്പൊ സ്വഹാബത്തിനെ അംഗീകരിക്ക്, ദീനുൽ ഇസ്ലാമിന്റെ തെളിവുകളെ സ്വീകരിക്ക്, മസ്ലഹത്ത് മനസ്സിലാക്കിക്കൊണ്ട് പോയി. ഇതൊന്നും അല്ല വഹാബിന്റെ രീതി. വഹാബിന്റെ രീതി പറഞ്ഞാല് ഒരു നാട്ടിലെ മുസ്ലിം ഭൂരിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ മഹാന്മാരായ ആലിമീങ്ങളും ആരിഫീങ്ങളും ഔലിയാക്കളും ഒക്കെ ആദരിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളെ കൽബിൽ നിന്ന് ആ സ്നേഹം ഇല്ലാതെയാക്കുക എന്ന ഒറ്റ തേരിയെ വഹാബികൾക്കുള്ളൂ. മനസ്സിലായോ? അതല്ലാത്ത വേറെ ഒരു തിയറി ഓൽക്കൊന്നുമില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും നമ്മൾ ചെയ്യുന്ന ഈ പരിപാടികളൊക്കെ സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് അടുപ്പമുണ്ടാകാനും സ്നേഹമുണ്ടാകാനും രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കാനും നന്മ നിറഞ്ഞ സദസ്സുകളായി റസൂലുള്ളാഹിനോട് മഹബത്ത് കൂടുന്ന ആ രീതിയിലേക്ക് ഇത്തരങ്ങളൊക്കെ കൊണ്ടുവരാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് തൽക്കാലം ഞാൻ മൈക്ക് റിലീസ് ചെയ്യാണ്. ഒരു ആറാട്ടുപുഴ എന്ന ഐഡിയിൽ നിന്ന് എന്തോ ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം റൈസാൻഡ് ചെയ്ത് കാണുന്നുണ്ട്.
എ ടി കരീം ഇവിടെ എന്തൊക്കെയാ അടിക്കുന്നുണ്ട്. IMM റേഡിയോ ആണോ റേഡിയോ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചോണ്ടി കേട്ടോ. അപ്പൊ ഇതിന് മറുപടി കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി നിങ്ങൾ. പിന്നെ റേഡിയോ അല്ലെങ്കിൽ ഓരോ പോലെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കണോ സുഹൃത്തുക്കളെ? ഹലോ ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്, ഓക്കെ. എനിക്ക് ചോദിക്കുന്നത്, ഈ മൗലൂദ് എന്താണ് ഉസ്താദ്? ഒറ്റമൂല്യ മരിച്ചോടത്ത് മൗലൂദ് ഓതുക, ഇപ്പൊ റസൂലുള്ളാഹിനെ സ്നേഹിക്കാൻ മൗലൂദ് ഓതുക, വീട് കുടിയിരിക്കുമ്പോൾ മൗലൂദ് ഓതുക, ഹജ്ജിന് പോകുമ്പോൾ മൗലൂദ് ഓതുക, എങ്ങനെ എല്ലാറ്റിനും കൂടി ഉള്ള ഒറ്റമൂല്യാക്കിയിട്ട് ആരാങ്ങൾക്ക് ഇത് ഏൽപ്പിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അങ്ങനത്തെ ഒറ്റമൂല്യം തന്നെയാണ് കരീമേ കേട്ടാ. എട്ടി കരീമേ, റസൂലുള്ളാന്റെ മദ്ഹ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒഴിവാക്കാൻ പറ്റൂല. മനസ്സിലായെങ്കിൽ റസൂലുള്ളാന്റെ മദ്ഹ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോഴും ഉണ്ടാവും, ദുഃഖം ഉണ്ടാവുമ്പോഴും ഉണ്ടാവും. പറയുന്നത് റസൂലുള്ളാന്റെ മദ്ഹ പഠിച്ചു വെച്ചോ എട്ടി കരീമേ കേട്ടാ. അതുകൊണ്ട് ആ മദ്ഹ് ഇവിടുന്ന് ഇങ്ങനെ ഇടക്കിടക്ക് പറയും. ഈ ഒരു തെറ്റല്ലേ ഇപ്പൊ ഞങ്ങൾ ചെയ്യണുള്ളൂ? റസൂലുള്ളാന്റെ മദ്ഹ് എപ്പോഴും പറയുന്നുണ്ട് എന്നുള്ള തെറ്റ് അതല്ലേ ഇപ്പൊ ഞങ്ങൾ ചെയ്യണുള്ളൂ? നിങ്ങൾക്കാണ് അതൊട്ട് പറ്റൂല. നിങ്ങളൊരു കാര്യം ചെയ്തോളി, നിങ്ങളെല്ലാ സാഹചര്യങ്ങളും KM മൗലവിന്റെ മൗലിദ് ഓതിക്കോളി, എന്നാ പിന്നൊക്കെ സുന്നത്തായിക്കോളും. നിങ്ങൾക്കിപ്പോ അതല്ലേ പ്രശ്നമുള്ളൂ. റസൂലുള്ളാന്റെ ആയാലും നിങ്ങൾക്ക് പ്രശ്ന അല്ലെങ്കിൽ നിങ്ങൾ വല്ല റഷീദുകളുണ്ട് അല്ലെങ്കിൽ കോളി, എന്നാ പിന്നെ നിങ്ങൾക്കൊക്കെ നല്ല സമാധാനം കിട്ടിക്കോളും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൗലിദ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ എല്ലാ സന്തോഷങ്ങളിലും റസൂലുള്ളാന്റെ ഒരു വിശ്വാസിക്ക് എന്ത് ദുഃഖമുണ്ടായാലും ആ ദുഃഖത്തെ മറപ്പിക്കാൻ സാധിക്കും റസൂലുള്ളാന്റെ മദ്ഹ. അതാണ് ഞങ്ങളെ കണക്കൂട്ടൽ. മനസ്സിലായോ? ഞങ്ങൾക്ക് ഈ രണ്ടിലും ഞങ്ങളെ നേതാക്കന്മാരുടെ, ഞങ്ങളുടെ സ്വഹാബത്തിന്റെ അടക്കമുള്ള സുന്നത്തുണ്ട്. റസൂലുള്ള വഫാത്തായപ്പോ സ്വഹാബത്ത് മദ്ഹ് പറഞ്ഞില്ലേ? റസൂലുള്ള ജനിച്ചപ്പോഴും റസൂലുള്ളാഹിക്ക് സാക്ഷാണ്ടാവും, റസൂലുള്ളപ്പോഴും സ്വഹാബത്ത് മദ്ഹ് പറഞ്ഞില്ലേ? അല്ലേ? മദീനത്തേക്ക് റസൂലുള്ള വന്നപ്പോ സ്വഹാബത്ത് മദ്ഹ് പറഞ്ഞു, അല്ലേ? റസൂലുള്ള വഫാത്തായപ്പോഴോ സ്വഹാബത്ത് അപ്പോഴും പറഞ്ഞില്ലേ മദ്ഹ്? അതുകൊണ്ട് ദുഃഖം ഉണ്ടാകുമ്പോഴും മദ്ഹാണ്, സന്തോഷം ഉണ്ടാകുമ്പോഴും മദ്ഹാണ്, എപ്പോഴും മദ്ഹാണ് പറയേണ്ടത് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ്. അതുകൊണ്ടാണ് ഞങ്ങളെ എല്ലാ പരിപാടികളും റസൂലുള്ളാന്റെ മദ്ഹ്. നിങ്ങൾക്കത് പറ്റൂല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളൊരു ഇത് ചെയ്തോളൂ. എന്ത്? നിങ്ങൾ ഇനി KM മൗലവിന്റെ മൗലിദ് ഓതിക്കോളൂ, ഞങ്ങൾക്കൊരു സമാധാനം കിട്ടും കേട്ടാ. ഓക്കെ, ഞാൻ മൈക്കൂടാ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? ഞാൻ അറിഞ്ഞൊരു കാര്യം, ജന്മദിനത്തോടനുബന്ധിച്ച് എനിക്ക് കിട്ടുന്ന വല്ല അറിവുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്ന് ഞാൻ അന്വേഷിച്ചപ്പെടും. സത്യം, വല്ലാഹി സത്യം, നിങ്ങൾ ഓരോരുത്തരും മുസൽമാനാണെങ്കിൽ നിങ്ങൾ അന്വേഷിക്കണം എന്താണ് റബീഉൽ 12 സംഭവിച്ചത്, എന്താണ് ആ ദിവസം. നമ്മ റോട്ടിൽ കൂടെ കോടിയും നോക്കി പൊടിച്ച് പുതിയ ഡ്രസ് കൂട്ടി അലഞ്ഞ് നടക്കുന്ന സമയം ഉണ്ടല്ല, ഒരു ലുഹാ സമയം. അറിയോ നമുക്ക് എല്ലാവർക്കും ലുഹാ സമയം എന്ന് വെച്ചാല് രാവിലെ ഒരു 10 മണി, ഒരു 11 മണി സമയം. നമ്മെല്ലാരും മധുരപലഹാരങ്ങൾ വിളമ്പാനായിട്ട് നടക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ, ലുഹാ സമയം. നമ്മെല്ലാരും മൈക്കിൽ കൂടെ പാട്ടും പാടി ദഫും മൂട്ടി നടന്നൊരു സമയം ഉണ്ടല്ലോ, ലുഹാ സമയം, റബീഉൽ 12. ആ സമയം എന്താണെന്ന് അറിയോ നമുക്കെല്ലാം? ആരെങ്കിലും അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഈ കൊടി കെട്ടാനും അതുപോലെ തന്നെ ബാനർ കെട്ടാനും ഫ്ലക്സ് കെട്ടാൻ മരത്തുവിലും കയറുന്ന ആളുകൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് റബീഉൽ 12 സംഭവിച്ചതെന്ന്? അറിയാം അതിനെ കുറിച്ച്. ഞാൻ അതിനെ കുറിച്ച് അറിയാനും പഠിക്കാനും ശ്രമിച്ച ഒരാളാണ് ഞാൻ കേട്ടുന്ന. നമ്മൊരു മുസൽമാൻക്കും സഹിക്കാൻ പറ്റൂല മക്കളെ, അതൊന്നും നമ്മൊരു മുസൽമാൻക്കും സഹിക്കാൻ പറ്റൂല. അന്നത്തെ കഥകളും ചരിത്രങ്ങളും അതിന്റെ ബുക്കുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെ ഒക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാണ്ടല്ല, നമ്മളെ പ്രവാചകൻ ഉണ്ടല്ലോ, പ്രവാചകൻ നമ്മളെ പ്രിയപ്പെട്ട
ആയിഷ റളിയല്ലാഹു അൻഹ മടിയിൽ കിടന്നിട്ട് മരണപ്രാളത്തിന്റെ ആ തിക്കുമുട്ടിയിലുണ്ടല്ലോ, പ്രവാചകന്റെ കണ്ണൊക്കെ നിറഞ്ഞ് പ്രവാചകന്റെ തല അങ്ങനെ തല എന്ന് പറഞ്ഞ പൊളിഞ്ഞ് അത്ര വേദന സഹിക്ക വയ്യാതെ പ്രവാചകൻ കെടുക്കണ്. എന്നിട്ട് നമ്മുടെ ഉമ്മ, പ്രിയപ്പെട്ട ഉമ്മ, പാത്രത്തിൽ നിന്ന് വെള്ളം തിന്നൊരു തുണി മുക്കിയിട്ട് നമ്മുടെ മുത്ത് റസൂലുണ്ടല്ല, റസൂലിന്റെ തലയിൽ ഇങ്ങനെ തടവിക്കൊണ്ടിരിക്കുന്നു. കാരണം സഹിക്കാൻ പറ്റുന്നില്ല. പേരമക്കൾ വന്നിട്ട് ചോദിക്കുന്നു, എന്താ വല്യപ്പാക്ക് പറ്റിയെന്ന്. പ്രിയപ്പെട്ട മോള് ഫാത്തിമ റളിയല്ലാഹു വന്ന് ചോദിക്കുന്നു, എന്താ വാപ്പ, എന്റെ പൊന്നു വാപ്പാക്ക് എന്താ വാപ്പ പറ്റിയത്, എന്റെ വാപ്പാക്ക് എന്ത് ഇത്ര വേദന ഉണ്ടോന്ന് ചോദിച്ചാൽ പ്രവാചകൻ പറയുന്നു, ഉവ്വമോളെ എനിക്ക് രണ്ടുപേരെ മരണവേദന എനിക്കുള്ളതെന്ന്. എന്നിട്ടും ചുറ്റും നിൽക്കുന്ന സഹാബിമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കണ്ണീരിന്ന് ധാരധാര കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുന്നു. സഹിക്കാൻ പറ്റുന്നില്ല. പ്രവാചകൻ വിട പറയാൻ പോണ്. ദുഹാസമയം, നമ്മ വിളംബരം ചെയ്യുന്ന സമയമുണ്ടല്ലോ, മിഠായും പലഹാരമായിട്ട് ഓടി നടക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തുണ്ടല്ലോ പ്രവാചകൻ മരണത്തിന്റെ വെപ്രാളത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്ന സമയം. എന്നിട്ട് രണ്ട് കൈകൾ, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ, ഒരു തെറ്റും ജീവിതത്തിൽ വരാത്ത പ്രവാചകൻ രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ എന്നെ നീ മുർസലീങ്ങളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ, അമ്പിയാക്കളുടെയും മുത്തഖീങ്ങളുടെയും കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തണേ റബ്ബേ, റഫീഖുൽ അഅ്ല എന്ന് പറഞ്ഞത് ആ ഉന്നതമായ പദവിയിലേക്ക് റബ്ബേ എന്നെ എത്തിക്കണമെന്ന് പ്രവാചകൻ, ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ പറയുന്നു. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതിനെക്കുറിച്ച് ആ രംഗം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുമ്പോഴല്ല, നമ്മളെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർന്നിട്ട് ആകാശത്തേക്ക് കണ്ണു നട്ട് നമ്മൾ അള്ളാഹിനോട് പറയും, പ്രവാചകൻ റബ്ബേ നീ ആ റഫീഖുൽ അഅ്ല പദവി കൊടുക്ക്. ആ പ്രവാചകന്റെ പേരിൽ നമ്മൾ സലാത്തിയല്ലും, ആ സലാത്തിനാണ് പുണ്യം. അല്ലാണ്ട് ആളുകൾ കേൾക്കാൻ വേണ്ടി കുറെ മയക്കും കെട്ടി വെച്ച് കുറെ പുതിയ ഡ്രസ് കൂട്ടും അരവും കെട്ടി മിഠായും വിളങ്ങി തോട്ടികളും നടക്കണതല്ല പുണ്യം. ആ പ്രവാചകർക്ക് വേണ്ടി സലാത്തിയല്ല അങ്ങനെ. അല്ലാണ്ട് പാട്ടും ഗാനമേളം സംഘടിപ്പിച്ചൊരു സമ്മാനം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാക്കുക, ചിന്തിക്കുന്നിട്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഞാൻ ഈ പഠിച്ച അറിവ് നിങ്ങൾക്ക് ആൽക്കൊണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർ ഷെയർ ചെയ്യുക, എന്നിട്ട് മനസ്സിലാക്കിയ ആൾക്കാരെ. ഇങ്ങനൊരു പ്രവാചകൻ നമുക്ക് ഉണ്ടായിരുന്നു. ആ പ്രവാചകന്റെ ഒരു സമയത്തിന് നിങ്ങൾ ഈ ഒരു ഇത്രയും പ്രയാസം അനുഭവിച്ച ഒരു സമയത്തിന് നമ്മൾ ഈ മിഠായി കൊണ്ട് നടക്കണം എന്നുള്ള കാര്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ജസാക്കല്ലാഹ് ഖൈർ. ഞാൻ കുറെ കാലമായിട്ടൊരു സംശയത്തിലായിരുന്നു. എന്താ നിങ്ങള് ഈ റബീഉൽ അവ്വൽ 12 ളുഹാ സമയത്ത് അതിന്റെ കാരണം എന്താന്ന് തിരിയായിട്ട് ഇങ്ങനെ നടക്കേനി. നിങ്ങളെ കേട്ടില്ല സുഹൃത്തുക്കളെ? അല്ലേ? റബീഉൽ അവ്വൽ 12 ളുഹാ സമയമായ മുജാഹിദ് പള്ളിയിൽ ഒരു കൂട്ടകരച്ചിലേക്കല്ല നിങ്ങള്, അല്ലേ? മൈക്കിൽ എല്ലാരും കൂടിയിട്ട് കരയലാണ്. കാരണം അള്ളാന്റെ റസൂല് വഫാത്തായ അതിങ്ങനെ ആലോചിച്ചിട്ടേ ഓലാണ്. ഇബൻ പറഞ്ഞിട്ടപ്പോ അതാണല്ലോ വേണ്ടത്. അതിങ്ങനെ ആലോചിച്ച് കരയണമെന്നാ പറഞ്ഞത്. ആരാ ചങ്ങായിമാരെ ഇങ്ങക്കൊക്കെ ദീൻ പഠിപ്പിച്ചത്? അള്ളാഹ് റസൂൽ അല്ലാഹു ലോകത്ത് ആര് മരിച്ചാലും 3 ദിവസത്തിന്റെ മേലെ പറ്റൂലെന്ന് പഠിപ്പിച്ചത് ആ റസൂലുള്ളല്ലേ. ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യക്ക് 4 മാസം 10 ദിവസം ദുഃഖിക്കാം. അതിന്റെ അപ്പുറം വേറെയുള്ള ആർക്കും 3 ദിവസത്തിന്റെ അപ്പുറത്ത് ദുഃഖിക്കാൻ പാടില്ല. സംഘള എന്നിട്ട് ളുഹാ സമയത്ത് ഇരുന്ന് കരയണമെന്നാ നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ. എന്തൊരു കഷ്ടകാലപ്പത് എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കിക്കോ. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മത്തിന്റെ ആ ദിവസം മുസ്ലിമീങ്ങൾ അന്ന് ആഘോഷിക്കുന്നത് അന്ന് റസൂലുള്ള ജനിച്ചു എന്നുള്ളത് കൊണ്ടാണ്, വഫാത്തായി എന്നുള്ളത് കൊണ്ടല്ല. എന്നാ റസൂലുള്ളാന്റെ വഫാത്തിൽ എന്താ ഉള്ളത്? മോമിനീങ്ങൾക്ക് പാടുണ്ട്. ആ പാടും റസൂലുള്ളാന്റെ ജന്മദിനത്തിൽ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെ? റസൂലുള്ളാന്റെ ജന്മദിനത്തില് ചിലപ്പോ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലുള്ള പാഠങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? ആ പാഠങ്ങൾ വന്നു വരും. അപ്പോ ഇവിടെ നമുക്ക് സ്മരിക്കാനും ഓർമ്മിക്കാനും അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ശുക്ർ കാണിക്കാനും വേണ്ടി അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർക്കാനാ. ഇസ്ലാമിലും അങ്ങനെ തന്നെയല്ലേ? കുട്ടി ജനിച്ചാല് അഖീഖ അറക്കണം. അഖീഖ അറക്കണം എന്തിനാ? നാട്ടിലേക്ക് വിതരണം ചെയ്യാൻ. അപ്പൊ ഒരു കുട്ടിയെ അള്ളാഹു തആല നമുക്ക് തന്നാല് അതിന്റെ സന്തോഷം നമ്മൾ എന്താക്കണം? അഖീഖയിലൂടെ ജനങ്ങളെയൊക്കെ എന്താക്കണം? അറിയിക്കാണ്.
അതേ സമയത്ത് മരിച്ചാൽ അക്കീക്കുണ്ടോ? അതെന്നാ മരിച്ചാല് അങ്ങനൊന്ന് കൽപ്പിക്കാത്തത്? പിന്നെ മരിച്ചാൽ എന്താ അങ്ങനൊന്ന് കൽപ്പിക്കാത്തത്? മരിച്ചാൽ അതാണ്, മരിച്ചാൽ ദുഃഖിക്കാൻ പറ്റൂല, 3 ദിവസമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓർക്ക് കൊണ്ട് ദ്വാരക്കാന്നല്ലാതെ മരിച്ചതിന്റെ പേരിൽ ദുഃഖം പാടില്ല എന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. 3 ദിവസമേ പറ്റുള്ളൂ എന്നാണ് നിയമം. മനസ്സിലായോ? 3 ദിവസത്തിന്റെ പറ്റുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെ നമ്മളൊക്കെ കേട്ടവരാണ്. പക്ഷേ റസൂലുള്ളാഹി അത് റബീഉൽ അവ്വൽ 12 ആ ദിവസം മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ ആലോചിച്ചത്. മനസ്സിലായോ? ആ പത്തിന് വേണ്ടി എപ്പോഴും അത് ആലോചിക്കാം. അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ജന്മത്തിൽ പാഠമുണ്ട്, എപ്പോഴും അത് ആലോചിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തും അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ ജന്മദിനവും രണ്ടും ഒരു ദിവസമാണല്ലോ വന്നത്. അപ്പോൾ അത് രണ്ടിലേതാണ് ആലോചിക്കേണ്ടത്? അവിടെയാണ് മഹാന്മാരതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൽ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളത് ജന്മത്തിന് അല്ലാതെ മരണത്തിന് വേണ്ടി ഒരു അഖീഖ അറക്കൽ അല്ലാഹു പഠിപ്പിച്ച. അപ്പൊ ജന്മത്തിന് ശുക്ർ ചെയ്യേണ്ടത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു ആയത്തുണ്ട്, വ അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. കണ്ടോ? ഇത് നിങ്ങൾ നോക്ക്, വെള്ളിയാഴ്ചന്റെ പ്രത്യേകത. വെള്ളിയാഴ്ചന്റെ പ്രത്യേകത റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താ വെള്ളിയാഴ്ചന്റെ പ്രത്യേകത പഠിപ്പിച്ചത്? ഒന്ന് ഫീഹി ഖുലിഖ ആദമു, അന്നാണ് ആദം നബിനെ പഠിച്ചത്, ഒരു പ്രത്യേകത ആണോ? അപ്പൊ ജന്മദിനത്തിന്റെ പ്രത്യേകത ഉണ്ടെന്ന് മനസ്സിലായില്ലേ? വഫീഹി ഖുബില, ആദം നബി വഫാത്തായത് പറയും. റസൂലാണ് അല്ലാഹു നിങ്ങൾക്ക് വെള്ളിയാഴ്ചയെ പെരുന്നാളിന്റെ ദിവസമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആ ദിവസം അതിന്റെ മുമ്പോ പിമ്പോ തോന്നരുത്. അപ്പം വെള്ളിയാഴ്ച പെരുന്നാളാ. ആ പെരുന്നാളിന് പല പ്രത്യേകതയും പറഞ്ഞ കൂട്ടത്തിൽ എന്ത് പറഞ്ഞു? ആദം നബി ജനിച്ചത് എന്നാണ്. എന്തോ ശരിയാണ്, ആദം നബി വഫാത്തായത് എന്നാണ്. അപ്പൊ ഞങ്ങൾ വെള്ളിയാഴ്ച പെരുന്നാളെന്ന് ആക്കൂല. എന്താ? ആദ്യം വഫാ ദിവസമാണ് അങ്ങനെ പറയല്? അല്ല, വഫാത്തും ജനനവും ഒരേ ദിവസം വന്നാൽ അന്ന് ജനനത്തിന്റെ ഭാഗത്ത്, സന്തോഷത്തിന്റെ ഭാഗത്തെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ച മതാ പരിശുദ്ധ ഇസ്ലാം. മനസ്സിലായോ? ഇതൊന്നും അറിയില്ല. അപ്പൊ കുറെ ആരോ പറഞ്ഞാൽ കുറെയൊക്കെ ജന്മദിനോഷം നിർത്താനുള്ള പല പദ്ധതിയും പയറ്റി. പിന്നെ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? സലാത്ത് ചൊല്ലിക്കോളീന. പിന്നെ ഇപ്പം നബിദിനാഘോഷത്തിൽ പിന്നെ എന്താ ചെല്ലണത്? നബിദിനാഘോഷത്തിൽ സ്വലാഹല്ലേ? മൗലിദ് ഉദാഹരണം റസൂലുള്ളാഹിന്റെ സ്വലാത്താണ്. റസൂലുള്ളാഹിന്റെ സ്വലാത്ത്, റസൂലുള്ളാഹിന്റെ മദ്ഹ്, റസൂലുള്ളാഹിന്റെ ചരിത്രം, അതൊക്കെ തന്നെ നബിദിനം എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ സഫാത്തും പറഞ്ഞ് വന്നാൽ എന്താ ചെയ്യുക? എ.ടി. കരീം വന്നിക്കണെന്ന് കേട്ട് പുതിയ വന്നോന്നറിയില്ല. ഏതായാലും ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ ഈ പറഞ്ഞ സ്നേഹപ്രകടനം എന്താ സഹാബത്തിന് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് മാത്രം മനസ്സിലായിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ല, നിങ്ങൾ ഈ പഠിപ്പിക്കണ ദീനീ പ്രചരണമൊക്കെ ഉണ്ടല്ലോ, സമ്മേളനമൊക്കെ നടത്തി, അതൊന്നും സഹാബത്തിന് മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലാവും? അല്ല, ചോദ്യം ഇപ്പൊ നമുക്കും ചോദിക്കാലോ. വെട്ടിക്കരീമേ, നിങ്ങളെ പാർട്ടിക്കാരുണ്ടല്ലോ, അവിടെ സമ്മേളനം, ഇവിടെ യൂണിറ്റ്, അപ്പുറത്ത് കമ്മിറ്റി, ഇപ്പുറത്ത് കമ്മിറ്റി, അവിടെ ലൈബ്രറി, ഇവിടെ പരിഭാഷ, ഈ ജാതി ദീനീ പ്രബോധനമൊക്കെ നിങ്ങൾക്ക് മാത്രമാണോ മനസ്സിലായത്? അത് മനസ്സിലായ വല്ല സ്വഹാബി ഉണ്ടോ വെട്ടിക്കരീമേ? ഒരു സ്നേഹപ്രകടനത്തിന്മ മാത്രം നിന്നാൽ പോരല്ലോ. ഇപ്പൊ നമുക്ക് ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോലെ എല്ലാം വേണ്ടേ? എന്താ എ.ടി. കരീമേ, മലർന്ന് കിടന്ന് തുപ്പുമ്പോ ഒന്ന് ആലോചിക്കണം കേട്ടോ. എ.ടി. കരീമേ, അവനാന്റെ കാര്യം മറന്നിട്ട് ആരാന്റെ നന്നാക്കാൻ നടക്കണ്ട. ഞങ്ങളിപ്പോ ചെയ്യുന്ന ഈ പണി, സ്നേഹപ്രകടനമൊന്നും സ്വഹാബത്തിന്റെ കാലത്തില്ലേന്നു എന്നാണ് നിങ്ങളെ വേജാറ്. റസൂലുള്ളാഹിനോടുള്ള സ്നേഹപ്രകടനം ആയിക്കോട്ടെ, നിങ്ങൾ ദീനിനോടൊരു സ്നേഹപ്രകടനം കാട്ടുണ്ടല്ലോ, മുജാഹിദീങ്ങൾ ദീനിനോടൊരു സ്നേഹപ്രകടനം, അത് സ്വഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ?
ഉണ്ടായിനോ? നിങ്ങൾ ദീനിനോട് സ്നേഹപ്പെടണം. ദീനോട് നിങ്ങൾക്കുള്ള സ്നേഹം കൊണ്ട് നിങ്ങളിവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി ഇടക്കിടക്ക് നിങ്ങൾ സമ്മേളനം നടത്തുകയാണല്ലോ. പ്രോഫ്കോണും മറ്റേതും മറിച്ചതും എന്തൊക്കെ പരിപാടി ഞങ്ങൾ ഉണ്ടാക്കി കൂട്ടുന്നത്. സ്വഹാബത്തിന്റെ കാലത്ത് ഇങ്ങനെ വല്ല പരിപാടി ഉണ്ടായിനോ? ഞാൻ ചോദിക്കട്ടെ ടി കരീമേ, അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ദീനിന്റെ പ്രബോധനത്തിന് വലിയ മൂല്യമുള്ളൊരു കാലല്ലേനോ അത്? അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഏതോ ചങ്ങായിമാർ എവിടെ പള്ളിമേളം കൊടുത്തിരുന്നല്ലോ, കിതാബിന്റെ ഇബാറത്ത് കൂടിയും വായിക്കാൻ പറ്റാത്ത ചങ്ങായിമാർക്ക്. അല്ലേ? നിങ്ങളെ ഈ പഠിച്ചത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി വന്ന ഏത് സഹാബിക്ക മദീനത്ത് സ്വീകരണം കൊടുത്ത്? എന്റെ ചോദ്യമാണ്, മറുപടി ഉണ്ടെങ്കിൽ പറയും. എന്തേ അന്ന് നടക്കേണ്ട കാലല്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയാണ് ഓരോരുത്തര്. അല്ലേ? മദീനയിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന് താമസാക്കിയതിന് ശേഷം മക്കയിൽ നിന്ന് ഇടയ്ക്കിടെ ഓരോ സഹാബിമാര് വരികയാണ്. മദീനത്ത് എല്ലാവരും കൂടി ഒന്ന് കൂടിയിട്ട് ഒരു സ്വീകരണ സമ്മേളനം ഉണ്ടാക്കിയെന്നോ? മദീനത്തേക്ക് വന്ന സഹാബിക്ക് നിങ്ങളെ കൂട്ടത്തേക്ക് ഏതെങ്കിലും ഒരുത്തം വന്ന അപ്പങ്ങൾ സ്റ്റേജ് കെട്ടിയിട്ട് സ്വീകരണ സമ്മേളനം കൊടുക്കുകയുള്ളോ? എന്താ ഈ ദീനിന് സ്വഹാബത്ത് കാണിക്കാത്തൊരു സ്നേഹങ്ങൾക്ക് ഇവിടുന്ന് കിട്ടിയത്? മറുപടി ഉണ്ടെങ്കിൽ പറയും. അല്ലാ, റസൂലുള്ളാഹിനോടുള്ളോടത്ത് മാത്രമല്ല ചോദ്യം വരും, ചോദ്യം എല്ലായിടത്തും വരും കേട്ടോ. കെട്ടിക്കരീമേ, മറുപടി ഉണ്ടെങ്കിൽ പറയും. ഈ ദീനിനോട് സ്വഹാബത്ത് കാണിക്കലില്ല സ്വീകരിച്ച് മദീനത്തേക്ക് വന്നപ്പോ സ്വീകരണ സമ്മേളനം ഒരുക്കിയിട്ടില്ലല്ലോ. നിങ്ങൾ എന്തടിസ്ഥാനത്തില സ്വീകരണ സമ്മേളനം? ഈ സ്നേഹം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണെന്നാണ് എന്റെ ചോദ്യം. ജവാബ് ഇപ്പൊ ഉദാഹരണത്തിന് ബൈലക്സ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലില്ല. പക്ഷെ ഈ ബൈലക്സിനല്ല പ്രാധാന്യം കൽപ്പി. ബൈലക്സിൽ എന്ത് പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങളെ റൂമിലാണെങ്കിൽ വെറും ശിർക്കും ബിദ്അത്താണ് പ്രചരിക്കപ്പെടുന്നത്. എന്നാൽ മലയാള ഇസ്ലാം ക്ലാസ്സിലുമായിട്ട് യഥാർത്ഥ തൗഹീദാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് അവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത്, എന്താണ് അവിടെ മനസ്സിലാക്കി കൊടുക്കുന്നത്, അതിനെ ആ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം അല്ല. നിക്ക് എ.ടി. കരീമിന്റെ പുതിയ തട്ടിപ്പ് കടക്കട്ടെ. പുതിയ ഉദാഹരണം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ബൈലക്സുമൊക്കെ ചാടുകയല്ലേ, അത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു ചോദ്യം അങ്ങോട്ട് വെച്ചിരുന്നു. ഒരു ഉദാഹരണം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടല്ലോ, അത് തീരുമാനാക്കും. എന്നിട്ടാക്ക ബൈലക്സ്. നിങ്ങളാ തട്ടിപ്പും കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല കേട്ടാ. എടുത്തല്ലോ, നിങ്ങളെ കൂട്ടത്തേക്ക് ഏതെങ്കിലും ഒരാള് വന്നാല് നിങ്ങൾ ഓനൊരു തലയെക്കെട്ടും ഡൗസറൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് സ്റ്റേജിൽ കയറ്റി സ്വീകരണ സമ്മേളനം നടത്തലില്ല. അതാണ് ഇപ്പത്തെ ഉദാഹരണം, ബൈലക്സ് അല്ല കേട്ടോ. അതിന് ജവാബുണ്ടായി പറയും. ആ സ്വീകരണ സമ്മേളനം കൊടുക്കുന്നത് നിങ്ങൾക്ക് ദീനിനോടുള്ള സ്നേഹത്തിന് പ്രകടമല്ലോ. ഈ സ്നേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നോ? മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് എന്ന ഏത് സഹാബിക്കാണ് മദീനത്ത് സ്വീകരണ സമ്മേളനം ഒരുക്കിയത്? എന്റെ ചോദ്യമാണ്, മറുപടി ഉണ്ടെങ്കിൽ പറയും. അടുത്ത ഉദാഹരണത്തിൽ നമുക്ക് പിന്നെ ചാടാം. മൈക്കെടുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാര സക്കാഫി, കൊട്ടൂർ സക്കാഫി, അത് ഈ സ്വീകരണ യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രത്യേക പുണ്യം കിട്ടുമെന്നോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും രോഗം മാറ്റി കിട്ടുമെന്നോ, അതല്ലെങ്കിൽ ഹജ്ജിന് പോകുമ്പോൾ അപകടത്തിൽപ്പെടില്ല എന്നോ, അല്ലെങ്കിൽ പുതിയ വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ അതിനൊന്നും ഒരു ആപത്തും വരില്ല എന്നുള്ള ഉദ്ദേശത്തോടൊന്നല്ല സ്വീകരണം കൊടുക്കുന്നത്. അവർ ഇസ്ലാമിലേക്ക് വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സത്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ശിർക്കും ബിദ്അത്തും രക്ഷപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ തട്ടിപ്പും വെട്ടിപ്പും എന്താണെന്ന് സമൂഹത്തോട് തുറന്നു പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദീനി പ്രബോധനമാണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്. അല്ല റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അറിയ മക്കാ മുശ്രിക്കീങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ്. പൊന്നാര ചങ്ങാതിയെ, ഈ ദീനി പ്രബോധനത്തിന്റെ പൂതി സഹാബത്തിനില്ലേനോന്ന് പറഞ്ഞേങ്ങനെ കേട്ടാല് നിങ്ങളെ മൗലവി തന്തമാർക്കുള്ള ആ ഒരു ദീനിനോടുള്ള പ്രേമം സഹാബത്തിനില്ലേനോന്ന് ചോദ്യം. നിങ്ങളെടുത്തേക്ക് നിങ്ങളെ ഈ മൗലവി മൂപ്പന്മാരുണ്ടല്ലോ, ഓരോടത്തേക്ക് ആരെങ്കിലും ഒരു വള്ളി ടൗസർ ഇട്ടിട്ട് ഒരു കള്ളിത്തുണി തട്ടി വാങ്ങി നിങ്ങൾ കയറ്റിയിട്ട് സ്വീകരിക്കാനുള്ള ഓലെ എന്റെ മക്കത്തുനിന്ന് ആ മക്ക മണ്ണിൽ വലിച്ചെറിഞ്ഞ് മദീനത്തേക്ക് പോയപ്പോ അങ്ങനെ ഒരു സ്വീകരണ സമ്മേളനം കൊടുക്കാഞ്ഞതേന്ന്. നിങ്ങള് മറ്റേ രോഗം മാറലും പെരയില കുടിയിരിക്കുക അതൊന്നോട് പറയണ്ട. ചോദിച്ചതിന് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞങ്ങളെ മൗലിദ് തെറ്റാ നിങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ടാ?
ഞങ്ങളെ മൗലിദ് തെറ്റാ നിങ്ങൾ മനസ്സിലാക്കിയെന്നുണ്ടാ? സ്വഹാബത്ത് അങ്ങനെ ഒരു നബിദിനാഘോഷം നടത്തിയിട്ടില്ലല്ലോ. പിന്നെ സ്വഹാബത്തിന് നബിയോടില്ലാത്തൊരു സ്നേഹം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായത്? അതാണ് എ.ടി. കരീമോട് ആദ്യം ചോദിച്ച മറക്കരുത് കേട്ടോ. അരണന്റെ ഓർമ്മയായ പറ്റൂല. എ.ടി. കരീമോട് ആദ്യം ചോദിച്ചെന്താ? സ്വഹാബത്തിനില്ലാത്ത ഒരു സ്നേഹം നിങ്ങൾക്ക് എന്താ നബിയോട്? സ്വഹാബത്ത് ഇങ്ങനത്തെ ഒരു നബിദിനാഘോഷം നടത്തി സ്നേഹപ്രകടനം നടത്തിയിട്ടില്ലല്ലോ. ഓക്കെ, ആ ചോദ്യത്തിന് എന്റെ മറുചോദ്യാണ്, സ്വഹാബത്തിനില്ലാത്ത ഒരു സ്നേഹം എന്താ നിങ്ങൾക്ക് ദീനിനോട്? എന്താ? സഹാബത്ത് മക്കത്തുനിന്ന് മദീനത്തേക്ക് ഇസ്ലാം സ്വീകരിച്ചു വന്ന ഒരാൾക്കും സ്വീകരണ സമ്മേളനം കൊടുത്തില്ലല്ലോ. നിങ്ങളെന്താ സ്വീകരണ സമ്മേളനം കൊടുക്കണേ? ഏതെങ്കിലും ഒരു പൊട്ടണ കിട്ടുമ്പോഴേക്കിന് നിങ്ങൾ സ്വീകരണ സമ്മേളനം കൊടുക്കല്ലോ. അപ്പൊ സ്വഹാബത്തിനില്ലാത്ത ഒരു സ്നേഹപ്രകടനം നിങ്ങൾക്ക് എന്താ ദീനിനോട് എന്ന് എന്റെ ചോദ്യം. അതിന് ജവാബുണ്ട്, ഇങ്ങോട്ട് പറയും. അപ്പൊ എന്ത് പറയരുത്? ഇവിടെ ഓല് പ്രബോധനത്തിന് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് എന്തേ പ്രബോധനത്തിന് അന്നത്തോല് സഹായിക്കൂല? മക്കത്തുനിന്ന് മദീനത്തേക്ക് ആളിങ്ങനെ കൂടുതൽ വരുന്നുണ്ട് എന്ന് എല്ലാവരും അറിയാൻ കഥകൾ ചെയ്യുന്നത് വഹാബത്ത് ചിന്തിച്ചിട്ടില്ലാന്നോ? എന്താ എ.ടി. കരീം പറയണത്? അതുകൊണ്ട് വെറുതെ മൂളി ഒപ്പിക്കണ്ട, മറുപടി ഉണ്ടെങ്കിൽ പറയും. എന്റെ ചോദ്യം അതാണ്. നിങ്ങൾ ദീനിനോടൊരു സ്നേഹം കാട്ടുണ്ടല്ലോ, ഏതെങ്കിലും ഒരുത്തം വരുമ്പോഴേക്കൊന്ന് സ്വീകരണ സമ്മേളനം കൊടുത്തിട്ട് എന്റെ സ്വഹാബത്ത് കാണിക്കാത്തൊരു സ്വീകരണ സമ്മേളനത്തിന്റെ ഒരു സ്നേഹം ദീനിനോട് അത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയതാണെന്നാണ് എന്റെ ചോദ്യം. മറുപടി ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പൊന്നാര കൊട്ടൂർ സക്കാഫി സ്വീകരണ സമ്മേളനം കൊടുക്കണ്ടാകട്ടെ, ഇനി സാൽവേഷൻ ആകട്ടെ, ഇനി അങ്ങനെ പോലുള്ള ചങ്ങരകുളം സമ്മേളനമാകട്ടെ, എന്താട്ടെ സമ്മേളനം പ്രത്യേക പുണ്യം കിട്ടുമെന്നുള്ള നിലക്കല്ല വെക്കുന്നത്. അവിടെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ റസൂലും സഹാബത്തും പഠിപ്പിച്ച കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെടുന്നു. ആ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾക്കാണ് പുണ്യം കിട്ടുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഒരു സ്വീകരണ യോഗത്തിനോ അതല്ലെങ്കിൽ സാൽവേഷനോ അതല്ലെങ്കിൽ വല്ല എക്സിബിഷനോ അതിനൊന്നല്ല പ്രാധാന്യം കൊടുക്കുന്നത്. ആ എക്സിബിഷനിലൂടെ സമൂഹത്തെ എന്ത് പഠിപ്പിക്കുന്നു, ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. അതല്ലാതെ ആ സമ്മേളനത്തിനോ സ്വീകരണ യോഗത്തിനല്ല പ്രാധാന്യം. നിങ്ങൾ നബിദിന യോഗത്തിനാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. റസൂലുള്ള ജനിച്ച ദിവസത്തിനാണ് പുണ്യം കൽപ്പിക്കുന്നത്. ആ പുണ്യം റസൂലോ സഹാബത്തോ ചെയ്തിട്ടില്ല, താപ്യങ്ങളോ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ 4 മദ്ഹബിൻ ഇമാമികളും ചെയ്തതായി ഒരു ചരിത്രം കേട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇമാമികൾക്ക് ഏത് രൂപത്തിലാണ് നബിദിനം കഴിച്ചതെന്ന് പറഞ്ഞതാണ്. ഇപ്പൊ സാഫി ഇമാമിന്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് റബീഉൽ അവ്വൽ ആരായിരുന്നു സർഫുലാന ചെല്ലിയുന്നത്, ആരെ ഇർത്തബൂത്ത് ചെല്ലിയുന്നത്, എവിടൊക്കെ ആയിരുന്നു മൗലൂദ് ചെല്ലിയുന്നത് എന്ന് പറഞ്ഞാണ്. എന്നിട്ട് ആരൊക്കെയാണ് കാവ കലക്കി കൊടുത്തിരുന്നത്? ഷാഫി ഇമാമിന്റെ കാലത്തെ കാവമക്കത്ത ായിട്ടില്ല. സിദ്ദീഖ് കാലത്ത് നെയ്ച്ചോറും സ്വീകരണം കഴിഞ്ഞോ? മൂപ്പര് കാലത്ത് അവൻ മേക്കാണ്ടിരിക്കണം. കാരണം നിങ്ങള് മക്കളും മന്ദിക്കിട്ട് ചേർന്ന ഇഞ്ഞും പറയരുത്. അതുകൊണ്ട് 2 നൂറ്റാണ്ടുകൊണ്ട് മാറ്റിയിട്ടറിഞ്ഞ് ഷാഫി ഇമാമിന്റെ കാലത്തുള്ളതല്ലേ പറയുള്ളൂ എന്നാണ് മൂപ്പര് വിചാരിച്ചത്. അതിന് എ.ടി. കരീമെ ഞങ്ങളെ ബുദ്ധി നിങ്ങളതല്ല കേട്ടോ, മനസ്സിലാക്കിക്കോ. ഒരു സംഗതിമ നിന്നാലേ അയിമ നിന്ന് വർത്താനം പറയാനെങ്കിലും അറിയണം. ദീനും അറിയില്ല, ദുന്യാവും അറിയാനും ഒരു കവ് പറയാനുള്ളൊരു അറിവെങ്കിലും അതും ഇല്ലാതെ എന്താ ചെയ്യട്ടി കരീമേ? ഞാൻ പറയണതേ, ഞങ്ങളും നിങ്ങളും ചെയ്യണത് രണ്ടും തുല്യ കേട്ടോ. ഞാൻ ഒരു കാര്യം പറയാം. മാനദണ്ഡം എന്താ? നിങ്ങളെന്താ ഞങ്ങൾക്ക് തെറ്റാക്കാൻ കാരണം? നിങ്ങൾ നടത്തുന്ന സ്നേഹപ്രകടനം സ്വഹാബത്ത് നടത്തിയിട്ടില്ലല്ലോ എന്നാ. അപ്പൊ സ്വഹാബത്ത് നടത്താത്തോണ്ട് നിങ്ങൾ നടത്തുന്നത് തെറ്റ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നടത്തുന്ന സ്വീകരണ സമ്മേളനം സ്വഹാബത്ത് നടത്തിക്കണോ? ഇത് തെറ്റാണ്, അതും തെറ്റാകണ്ടേ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങളവിടെ പറയണ ഇതാണ്. അങ്ങനെയാണ് ഞങ്ങളോട് ചെല്ലണത് എന്താ നോക്കിയപ്പോ നിങ്ങൾക്ക് അല്ലെ? ഞങ്ങളിവിടെ ചെല്ലണത് സ്വഹാബത്ത് ഇല്ലതാ. എന്താ? സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ്, ഞങ്ങളിവിടെ മദ്ഹ്. എന്താ കുഴപ്പം? എന്താണ് ചങ്ങാതി പറഞ്ഞതിനൊരു ബോധം വേണ്ടേ? സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ഇല്ലി, ഞങ്ങളിത് അവിടെ സ്വലാത്ത് ഇല്ലാണ്. സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹ് ഇല്ലി, ഞങ്ങളിതാ മദ്ഹ് ഇല്ലാണ്. തുല്യല്ലേ? അത് ചെല്ലണതാണ് നോട്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാനൊന്നുമില്ല. സ്വഹാബത്തില്ലേന്ന് ഞങ്ങൾ ചെല്ലണുള്ളൂ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹയിലാണ്, സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ മദ്ഹയിലാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ ശറഫൽ അനാമല്ലേ ഓതുന്നത്, സ്വഹാബത്ത് അതല്ലല്ലോ ഓതിയെന്ന്. എന്റെ ഇവിടെ മൗലവി പ്രസംഗിച്ച മാറ്റർ അന്ന് സിദ്ദീഖ് അക്ബർ പ്രസംഗിച്ച്. അത് ശരി, എന്താ ചങ്ങായി പറഞ്ഞത്? മാറ്റർ മാറ്റുണ്ടാവുന്ന വിഷയം ഒന്നാണ്. അത് പ്രസംഗന്മാര് മാറുമ്പോ മാറ്റർ മാറും. വിഷയം തന്നെയല്ലേ? ഇവിടെ റസൂലുള്ളാഹിന്റെ മദ്ഹ ഞങ്ങൾ സ്വലാത്തല്ലാണ്, സഹാബത്ത് റസൂലുള്ളാഹിന്റെ സ്വലാത്തല്ലാണ്. അപ്പൊ അവിടെ ചെല്ലണമൊക്കെ ഒന്നെ. ചെല്ലണ നോക്കിയിട്ട് പിന്നെ തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ.
പിന്നെ നിങ്ങൾ എന്തിനാ തർക്കിച്ച്? റബീഉൽ അവ്വൽ 12 ഒരു സ്നേഹപ്രകടനം വെക്കണത് എന്തിനാ? അത് സ്വഹാബത്ത് എഴുതിക്കണോ? ഞാൻ ചോദിക്കണം, ഒരാളിങ്ങോട്ട് കടന്നു വരുന്ന ആ സമയത്ത് സ്വീകരണം കൊടുക്കണത് എന്തിനാ? അത് സ്വഹാബത്ത് എഴുതിക്കണോ? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞങ്ങൾ ആ സ്റ്റേജിൽ കയറിയിട്ട് റസൂലുള്ളാഹിന്റെ ആശയാണ് പ്രസംഗിക്കണം, അതിനെ പറ്റിയല്ല ചോദ്യം. അങ്ങനെയാണ് ഞങ്ങൾ ഈ മൗലിദിന്റെ ഏട് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ ആശയം തന്നെ ഞങ്ങളും പറയുന്നത്. ഞങ്ങൾ റബീഉൽ അവ്വൽ 12 പ്രസംഗിക്കുന്നത് രാമായണല്ല, ഖുർആൻ ഓതിയിട്ടാണ്. അപ്പൊ ഞങ്ങളും ആശയം ഞങ്ങളുടെ സ്വഹാബത്ത് ഓതിയതാ തന്നെ. വിഷയം നോക്കിയ രണ്ടു വന്ന. പിന്നെ വ്യത്യാസം എന്താ ഉള്ളത്? റസൂലുള്ളാഹിന്റെ ജന്മദിനം എന്ന നിലക്ക് സ്വഹാബത്ത് നടത്തിയിട്ടില്ല എന്നതാണ് ഞങ്ങളിൽ നിങ്ങൾ കാണുന്ന വ്യത്യാസം. നിങ്ങൾ ചോദ്യം ചെയ്യുന്ന അതാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളും ഇങ്ങനെ തന്നെയല്ലേ ചെയ്യണത്? സ്വീകരണ സമ്മേളനം എന്ന നിലക്ക് സ്വഹാബത്ത് നടത്തിയോ? നടത്തിയില്ലല്ലോ. പിന്നെ എങ്ങനെ നിങ്ങൾ നടത്തുക? പറയുന്ന വിഷയം ഒന്ന് വേറെ, നടത്തുന്ന എന്തിന്റെ അടിസ്ഥാനത്തിൽ? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വീകരണ സമ്മേളനം നടത്തുന്നത്? ഒരാൾ മറ്റേ മതത്തുനിന്ന് നമ്മളെടുത്ത് കൊണ്ട് പോകുന്നു, അപ്പൊ നിങ്ങൾ അതിന് സ്വീകരണം കൊടുക്കുക. സ്വഹാബത്ത് അങ്ങനെ സ്വീകരണം കൊടുത്തുക്കണോ? മക്കത്തുനിന്ന് മുശ്രിക്കീങ്ങളെ മതം വിട്ട് ഇസ്ലാമിലേക്ക് പോകുന്ന ഒരു സ്വഹാബി മദീന ഞങ്ങൾക്കറിയണ്ട്. സ്വീകരണം കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ആ കൊടുക്കാത്ത സ്വീകരണം. അപ്പൊ സ്വഹാബത്ത് ദീനിനോട് കാണിക്കാത്ത ഒരു സ്നേഹം ദീനിനോട് ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്നാ എന്റെ ചോദ്യം. അതിന് ജവാബുണ്ടെങ്കിൽ പറയും. അതിന് സ്റ്റേജിന്മേ കയറിയിട്ട് പറഞ്ഞത് ഇന്നതാന്ന് പറഞ്ഞാൽ പറയണേ ജവാബാകുള്ളൂ. ആ സംഘടിപ്പിക്കണ പരിപാടിക്കത് ജവാബാവൂല. എന്താ ചെയ്യാ? കുറച്ചൊരു അന്തും കുന്തുള്ളവനോടല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. AT കരീമിനോടല്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമാണ്. അതുകൊണ്ട് AT കരീമെ മനസ്സിലാകുന്നുണ്ടെങ്കിൽ ശരിക്കും പറയും. മനസ്സിലായോ? ഞങ്ങൾ റസൂലുള്ളാഹിനോട് സ്വഹാബത്തിനില്ലാത്തൊരു സ്നേഹം തങ്ങൾക്ക് എന്ന് വെച്ചു. ഞാൻ അതേ വായിച്ചു, ദീനിനോട് സ്വഹാബത്തിനില്ലാത്തൊരു സ്നേഹം തങ്ങൾക്ക്. ദീനിനോട് സ്വഹാബത്തിന് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിട്ടില്ലല്ലോ. മക്കത്തുനിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനത്തേക്ക് വന്ന ഒരാൾക്ക് സ്വീകരണം കൊടുത്തില്ല. നിങ്ങളോ ഏതെങ്കിലും ഒരു കോണം കൊണ്ട് തന്നെ കിട്ടിയാൽ മതി, അപ്പോഴേക്ക് നിങ്ങളോ എനിക്ക് സ്വീകരണ അല്ലേ? അടിമേലി നോക്കാതെ സ്വീകരണ. അതാണ് ഇത്. മുജാഹിദിന്റെ സ്റ്റേജിൽ കയറി സ്വീകരണം കൊടുക്കണ കഥ കേട്ട ചിരിച്ച് മുള്ളൂറി. പണ്ട് പന്തൽ കണ്ടിട്ട് ഒരുത്തം കേറി റോട്ടുമന്നേ റോട്ടിങ്ങനെ വള്ളയിച്ച് ഒരേല് പന്തല് കണ്ടപ്പോ കേറിയതാ. മനസ്സിലായോ? അപ്പൊ കല്യാണപ്പരയാണ്. മൂപ്പര് പന്തല് കണ്ട് കേറിയതാ. പന്തല് കണ്ട് കേറിയിട്ട് അവസാനം മൂപ്പര് അവിടുന്ന് ചോറൊക്കെ വെച്ചപ്പോ മൂപ്പരെ ക്ഷണിച്ചിട്ട് വന്നാന്ന് വരുത്തണല്ലോ. അപ്പൊ ഏതായാലും പെരക്കാരനെ കണ്ട് യാത്ര പറയാന്നുണ്ടെങ്കിൽ മൂപ്പര് ചോദിച്ചാൽ പുതിയാപ്പിള ഇറങ്ങാനായോ ചോദിച്ചല്ലോ. അല്ല അപ്പളായോ? കെട്ടിക്കട കല്യാണമാണല്ലോ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാലാണ് മുജാഹിദിന്റെ സ്റ്റേജിന്മേ കയറുന്ന ചില സ്വീകരണം കിട്ടാൻ വർത്താനാ പറയല്. എന്തിനെ വന്നു എന്ന് പോലും അറിയാം. അങ്ങനത്തെ ഒരു ടീമിനെ പിടിച്ചു കൊടുന്ന് ഇരുത്തിയിട്ട് ഓൽക്കും കൂടി സ്വീകരണം കൊടുക്കലാ മുജാഹിദ്. ഞാൻ ചോദിക്കണേ, ഈ സ്വീകരണം കൊടുക്കണ പരിപാടി സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നോ ഇല്ലേ? രണ്ടാലൊന്ന് ജവാബുണ്ടെങ്കിൽ പറയാം. സ്വഹാബത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നോ? മക്കയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച് മദീനയിലേക്ക് വന്ന ഏത് സ്വഹാബിക്ക് വേണ്ടിയിട്ടാണ് അവിടെ സ്വീകരണ സമ്മേളനം ഒരുക്കിയത്? ആ പേരും അഡ്രസ്സും കൊണ്ട് പറയും. ഷാഫി ഇമാമിന്റെ കാലത്ത് ആരാ സറഫുൽ മോദി എന്നുള്ള അഡ്രസ്സ് പറയല്ലോ പറഞ്ഞ്. ആ അഡ്രസ്സ് പിന്നെ പറയാം. സിദ്ദീഖുൽ അക്ബറിന്റെ കാലം കഴിഞ്ഞിട്ട് ഷാഫി ഇമാമിന്റെ കാലം. ഈ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുക്ക് ഹയാത്തുള്ള കാലത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മദീനയിലേക്ക് വന്ന ഏത് സ്വഹാബിക്കാണ് സ്വീകരണം കൊടുത്തത്, സ്വീകരണ സമ്മേളനം ഉണ്ടാക്കിയത്? അതാണ് എന്റെ ചോദ്യം. അതിന് മറുപടി ഉണ്ടെങ്കിൽ പറയും. ആ സ്വീകരണത്തിലൂടെ അദ്ദേഹം കണ്ട സത്യം ഖുർആനിന്റെയും ഹദീസിനെ വിളിച്ചിട്ട് സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുകയാണ്. ആ കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ ആ സ്വീകരണത്തിനല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ചോദ്യകർത്താവ്, നിങ്ങൾ ഉത്തരം പറയുന്ന ആളുകളാണ്. അസ്സലാമു അലൈക്കും. നിങ്ങളെ ക്ലാസ് റൂമിലാണ് വന്ന് ചോദ്യം ചോദിക്കുന്നത്. ഉത്തരം ഉണ്ടെങ്കിൽ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹ് AT കരീമെ മൈക്ക് എടുത്താൽ 1/2 മിനിറ്റ് കഴിഞ്ഞിട്ടേ വെക്കുള്ളതൊന്നുമില്ല. അല്ല AT കരീം എനിക്ക് തോന്നുന്നത് പുട്ട് തേങ്ങട്ടമാതിരിയാ സലാം പറയുന്നത്. ഒരട്ടം മൈക്ക് എടുത്തൊരു 4 സലാമാ. ഇനി ഇതൊക്കെ രക്ഷയുള്ളു കരീമെ. പിന്നെ മുജാഹിദ് കുടുങ്ങിയ ഒരു പറച്ചിലുണ്ട്. എന്ത്? ഞാൻ ചോദ്യം ചോദിക്കണവനാണ്, മറുപടി പറയേണ്ടത് നിങ്ങളാണ്. അത് കുടുങ്ങണ നേരത്താണ് ഹസ്വ വേർക്കുമ്പോഴാണ് ഈ ഓർമ്മയൊക്കെ വരിക. അതുവരെ അങ്ങനത്തെ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. കേട്ടോ? ഇനി AT കരീം പോയിക്കണം. ഇനി വേറെ ആരുണ്ട് കൂട്ടിയിട്ട് വരട്ടെ കേട്ടോ. വെറുതെ പല സഫാത്തും പറഞ്ഞുകൊണ്ട് വരികയാണ്. എന്തൊക്കെ സഫാത്തപ്പത്? നമ്മളോട് ചോദിക്കണോരേ, നിങ്ങൾക്ക് ഈ സ്നേഹം ഓൽക്ക് എവിടുന്നിട്ട് ഈ സ്നേഹം?
ഇതൊക്കെ മനസ്സിലായോ സുഹൃത്തുക്കളെ? പിന്നെ മൂപ്പര് പറയണത് അവിടെ പറയണത് ഇന്നതാന്നാ. അത് മൗലിദിൽ പറഞ്ഞ എന്താന്ന് ഇവിടെ നോക്കിയാൽ പറഞ്ഞേമേ തർക്കെങ്കിൽ സംഘടിപ്പിക്കണത് സ്വഹാബത്ത് സിപ്പിച്ച തെറ്റാണെങ്കിൽ വഹാബികൾ സംഘടിപ്പിക്കണ പല പരിപാടിയും തെറ്റാകണം. അത് ഞങ്ങൾ അവിടെ പറഞ്ഞത് ഇന്നാന്ന് എടാ. അതുകൊണ്ട് ഈ ജാതി സഫാത്തും പറഞ്ഞ് കാണിഞ്ഞ് ഞങ്ങൾ അത്ര പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ചോദിക്ക്, സ്വഹാബത്തിന്റെ കാലത്ത് ആരാ സ്വീകരണം നടത്തിയെന്ന് ചോദിക്കണം കേട്ടോ. അത് ചോദിക്കണം. ഞാൻ ആയിക്കോട്ടെ. സക്കീ ഉസ്താദ് ഉണ്ടെങ്കിൽ മൈക്കെടുത്താൽ നന്നായിരുന്നു. ഞാൻ മൈക്കോട്ടെ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ എന്നെ? ഞാൻ പിന്നെ ആദ്യമായിട്ടാണ് ഈ ബൈലക്സിൽ വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് ഏതാ ഗ്രൂപ്പ് എനിക്കറിയില്ല. അങ്ങനെ ചർച്ച കേട്ടപ്പോൾ അങ്ങനെ കൈ മുക്കിയതാണ്. കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏതായാലും പിന്നെ നല്ല ഒരു പിന്നെ സംവിധാനം, ഒരുപാട് ആളുകൾക്ക് പല തരത്തിലുള്ള ആശയ സംവാദത്തിനുള്ള അല്ലെങ്കിൽ ആശയങ്ങൾ കൈമാറാനുള്ള നല്ലൊരു പിന്നെ ഒരു മീഡിയ ആണിത്. പക്ഷെ ഇത് നമ്മൾ വളരെ പിന്നെ എന്താ പറയാ, നമ്മുടെ ഒരു തരം ഒരു ചർച്ച, ഒരു തർക്കത്തിലേക്ക് മാത്രം പോവുകയാണോ എന്ന് ഞാൻ കുറച്ചു നേരം കേട്ടപ്പോൾ തോന്നിപ്പോയി. അതിലുപരി ഇന്ന് നാം മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന വളരെ ബീഭത്സമായ ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. പക്ഷെ അതിനൊക്കെ ഉള്ളൊരു പിന്നെ ഉമ്മത്തിന്റെ ഒരു ശാക്തീകരണത്തിന് വേണ്ടി അവർക്കൊരു പിന്നെ അവർക്ക് എന്തെങ്കിലും രക്ഷാമാർഗം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും അതിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ ഈ സംവിധാനത്തിനൊക്കെ ഉരുത്തിരിയാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് മുസ്ലിങ്ങളൊക്കെ ഈ പരസ്പരം നമ്മൾ ഈ ഒരു പിന്നെ തരത്തിൽ ഭിന്നിച്ചു നിൽക്കുന്നതിന് പകരം ഐക്യപ്പെട്ടുകൊണ്ട് ശക്തിപ്പെടേണ്ട ഒരു അവസ്ഥയിൽ വീണ്ടും നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിന് പിന്നെ മുതിർന്നുകൊണ്ട് നമ്മളൊരു പിന്നെ പുതിയ അല്ലെങ്കിൽ ഒരു മേഖലയിലേക്ക് ചർച്ച തിരിക്കുകയും അതനുസരിച്ച് നമ്മുടെ ഒരു ഉമ്മത്തിന്റെ ഒരു ഇസ്സത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ? ഓക്കെ. ഏതായാലും പിന്നെ നമ്മള് പോസിറ്റീവായി ചിന്തിക്കുക. 73 വിഭാഗമാവും. നമ്മളിങ്ങനെ വിഭാഗമാകാൻ വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം പിന്നെ ഒരു ഉമ്മത്ത് എന്നെ ശക്തിപ്പെടുത്താൻ രീതിയിൽ ഒരു എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് എന്ന് എന്റെ ഒരു ചെറിയ പിന്നെ അഭിപ്രായം. നമ്മളേതായാലും പിന്നെ വളരെ ഈ തർക്കം എന്നുള്ളത് എന്താണ് ഉണ്ടല്ലോ, തർക്കം സത്യം എന്റെ ഭാഗത്താണെങ്കിൽ കൂടി തർക്കം ഉപേക്ഷിക്കുന്നതിന് സ്വർഗമുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിലൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അല്ലെ? തറക്കൽ നിറാഹ ഇൻകാനം ഹൈക്കാമൊക്കെയുള്ള ഹദീസുകളൊക്കെ നമ്മൾ കേൾക്കുന്നു. പക്ഷെ എന്നാലും പണ്ഡിതന്മാർ ഇന്നും തർക്കത്തിലേക്ക് മാത്രമാണ് അവരുടെ ഊർജം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഇത് വളരെ സമൂഹത്തിന് ഗുണത്തെക്കാൾ ഏറെ പിന്നെ ദോഷമാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ ഈ പിന്നെ എല്ലാ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള മുസ്ലിം പ്രസ്ഥാനങ്ങളുടെയൊക്കെ അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലമായിട്ടും ഈ തർക്കങ്ങൾക്ക് ഒരു പരിഹാരം നേടാനോ അതിനൊരു പിന്നെ ഉത്തരം കണ്ടെത്താനോ കഴിയാതെ ഇന്നും തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ആ തർക്കം നടത്തുന്ന വിഭാഗങ്ങൾ തന്നെ പരസ്പരം വീണ്ടും ഭിന്നിച്ചുകൊണ്ട് വീണ്ടും തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ പിന്നെ നമ്മൾ ഇതിനെല്ലാം ഒരു പരിഹാരം ഖുർആനും സുന്നത്തും കണ്ടെത്തേണ്ടതില്ലേ? എന്നിട്ട് നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ ശക്തിപ്പെടുത്താനുള്ള അജണ്ടകൾ തീരുമാനിക്കുകയും മുസ്ലിം ഉമ്മത്തിന്റെ പിന്നെ കാലികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ശ്രമങ്ങൾ വളരെ നമ്മൾ പിന്നെ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു അവസ്ഥ നോക്കുന്നത് കേരള നമ്മുടെ ആമിർ പുലാക്കൽ, ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ സംസാരം കുറിച്ച് നീണ്ടപ്പോഴേ എൻ്റെ ഇടയിലൊന്നും ഇടപെടേണ്ടതാണ്. നിങ്ങളൊന്ന് ആദ്യമായിട്ട് വന്നതാണല്ലോ. അപ്പോൾ ഈ ക്ലാസ് റൂമിന് അതിൻ്റെതായ ഒരു ഷെഡ്യൂളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചോദ്യോത്തരത്തിൻ്റെ സമയമാണ്. ആശയപരമായ വിഷയങ്ങളിൽ ചോദ്യം ഉന്നയിക്കുന്നതിനാണ് ഈ സമയത്ത് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. ചിലപ്പോൾ കർമ്മശാസ്ത്രപരമായ ചോദ്യങ്ങളും പരിഗണിക്കാറുണ്ട്. അപ്പോൾ ചോദ്യോത്തരത്തിൻ്റെ സമയം ആയതുകൊണ്ട് ഈസ്റ്റാണ് വന്നത്. അപ്പോൾ ചോദ്യത്തിന് മറുപടി പറയുന്നതാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നി ഇവിടെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അങ്ങനല്ല, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് അതങ്ങനെ നടക്കും.
അതാണ് ഈ റൂമിന്റെ രീതി കേട്ടോ. പിന്നെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞങ്ങൾ അംഗീകരിക്കുകയാണ്. കാരണം മുസ്ലിങ്ങൾ വായിക്കണം, മുസ്ലിം ശാക്തീകരണം ഉണ്ടാകണം എന്നൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല ആഗ്രഹം തന്നെയാണ്. പക്ഷെ അത് നടപ്പല്ല. കാരണം അല്ല തന്നെ പറഞ്ഞിക്കണത് നടക്കൂലെന്ന് കേട്ടോ. അല്ല തന്നെ പറഞ്ഞിക്കണെന്ത് അത് നടക്കൂലാന്ന്. അള്ളാഹുത്താല ഉദ്ദേശിച്ചിരുന്ന ആളുകൾ സമയമായും പക്ഷെ അള്ള ഉദ്ദേശിക്കില്ല എന്ന് നിൽക്കണ ആ പഠിപ്പി പരിശോധനക്കുണ്ട്. അള്ളാഹു ഉസ്താദന്മാരെ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അതോടെ മനസ്സിലായോ? അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഒന്നും നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നേരത്തെ എങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉമ്മിങ്ങനെ ഇന്നതാകുന്ന ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരം കാണണം നിങ്ങൾ പറഞ്ഞു നിങ്ങളും ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് നടക്കൂല. അത് ഈ ലോകത്ത് സംഭവിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ തന്നെ ഇന്നതൊക്കെ സംഭവിക്കുന്ന അള്ളാഹുവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സംഘം സംശയോട്ടെ നമുക്കിവിടെ മുസ്ലിമീങ്ങൾക്ക് വേറെ കുറെ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ആത്മീയമായ പ്രശ്നങ്ങൾ പുറം തിരികൊണ്ട് പുതിയ പ്രശ്നങ്ങളുടെ പിന്നാലെ പോകണം എന്ന് പറയുന്നത് ശരിയല്ല. ഭൗതികമായ പ്രശ്നങ്ങൾ കാണും, അതിനേക്കാൾ അടി മുന്നിൽ ആത്മപ്രശ്നങ്ങൾ നമ്മൾ കാണും. ആത്മീയ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മതപരമായ വിശ്വാസം. എന്നാൽ അത് വിശ്വാസമായതാണ്. വിശ്വപരമായ കാര്യങ്ങളിൽ വലിയ അപാകത ഒരു മനുഷ്യർക്കുണ്ടായതാണ് ഇന്ന് ഈ സമുദായം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ബാധകാരം. അത് നമ്മൾ മനസ്സിലാക്കുക. ഒരു കാലത്ത് നമ്മുടെ സമുദായം വളരെ ന്യൂനപക്ഷമായിരുന്നല്ലോ. ഇന്നത്തേക്കാൾ എത്രയോ ന്യൂനപക്ഷമായിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ ഈ സമുദായത്തിന് ആരുടെ മുമ്പിലും നെഞ്ചൂക്കോടെ പിടിച്ചു നിൽക്കാൻ സാധിച്ച കാഴ്ചപ്പാടുകളിൽ ആ രീതികളിലേക്ക് തിരിച്ചുന്ന പുത്തവാദാണ് കാലം മതത്തിൽ ശല്യമുണ്ടാക്കിയത്. അത് മാറ്റി വെച്ചിട്ടല്ലാതെ അത് മാറിപ്പോവുകയല്ലാതെ ഇവിടെ ഒരു ഐക്യപ്പെടൽ എങ്ങനെ സാധിക്കാനാ? അത് നമ്മളാരും വിചാരിച്ചാൽ നടക്കുന്ന കാര്യങ്ങളല്ല. മതത്തിന്റെ പേരിൽ പലതും ഉണ്ടാക്കിക്കൊണ്ടെന്നാൽ ആ ഉണ്ടാക്കിക്കൊണ്ടെന്നത് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ എന്തുണ്ടാവും? അതുണ്ടാവും. അപ്പൊ ഞമ്മക്കെല്ലാവർക്കും കൂടി ഇന്നിപ്പോ ഒരു കാര്യം ചെയ്യുക, ഓന് പുതിയത് ഉണ്ടാക്കി കൊടുന്നതല്ലേ മുസ്ലിം ശാക്തീകരണം എന്നുണ്ടെങ്കിൽ ഞമ്മക്കെല്ലാവർക്കും കൂടി കണ്ടു പോകാൻ പറ്റുമോ? ഇല്ല. എന്നാ അപ്പൊ നമ്മളെ വിളിച്ച അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും. അതുമില്ല. ഇപ്പൊ പുതിയൊരു തമാശ ഉണ്ട്. എന്താ അറിയോ? ഇപ്പൊ പുതിയ ചില ആൾക്കാർ വരും, നിങ്ങളെപ്പോലെ നല്ല മനസ്സുള്ള ആൾക്കാർ. എന്നിട്ട് എന്താക്കും? ഒരു പുതിയ സംഘടന ഉണ്ടാക്കും. അതെന്താ അറിയോ? ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, നമ്മളെ നാട്ടിലെ മുസ്ലിമീങ്ങളൊക്കെ ഇപ്പൊ 3 ചേരിയിലാ. അതുകൊണ്ട് ഈ 3 ചേരി ആയാൽ പറ്റൂല, എല്ലാം കൂടി ഒന്നിപ്പിക്കണം എന്നാണ്. കാരണം ഇപ്പം എല്ലാവരും കൂടി ഒന്നിപ്പിക്കാനൊരു സംഘടന ഉണ്ടാക്കും. അപ്പൊ ഈ 3 ചേരിയിൽ നിന്നും കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോകും. അപ്പൊ ഇതുവരെ 3 ഉള്ളത് പോകാൻ വന്നതോടെ 4 ആയി. അപ്പോഴാണ് വേറൊരുത്തം വരിക. വന്നിട്ടുള്ളേ നമ്മളെ നാട്ടിൽ ഇപ്പൊ മുസ്ലിമീങ്ങൾ 4 വിഭാഗ, ഇങ്ങനെ നായാൽ പറ്റൂല, എല്ലാം കൂടി ഒന്നിപ്പിക്കുന്നുണ്ട്, ഓനൊരു പേരിട്ടിട്ട് ഒന്നുണ്ട് വരും. അപ്പോൾ ഉള്ളതിന് കുറച്ച് ആൾക്കാർ അയക്കാണ്ട് പോകുമ്പോ 5 ആവും. നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളൊക്കെ പാടെ തീരുമാനിച്ചിക്കാണ്ട് എല്ലാവരും കൂടി ഒന്ന് ശാക്തീകരിക്കണം, ഒന്നിപ്പിക്കണം, ഇതിൽ പുതിയതൊന്നും ഉണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുക. ഉള്ളതിന് 4 ആൾ നിങ്ങളൊപ്പം വരും. അപ്പോൾ ഉള്ളിടത്തോളം ഒന്നുകൂടി അനുസരിക്കണം. അത് നടക്കൂല. നമ്മുടെ ഭൗതികമായ ശാക്തീകരണത്തിന് ഇതൊന്നും തടസ്സമല്ല. മനസ്സിലായോ? അതിലിതൊന്നും തടസ്സമല്ല. നമുക്ക് എല്ലാ രംഗത്തും പരാജയം വരുന്നത് നമ്മുടെ ഈമാനികമായ ചോർച്ച കൊണ്ട് മാത്രമാണ് എന്ന് തിരിച്ചറിയുകയും ശരിയായ ദീനുൽ ഇസ്ലാമിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയും ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുള്ള കാതലായ പരിഹാരം അതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ വെറുതെ ഉണ്ടാക്കാനോ തല്ലൂടാനോ ഇരിക്കുക എന്നുള്ള ഒരു വിചാരങ്ങൾക്ക് വേണ്ട. ഇവിടെ വളരെ മനോഹരമായ ക്ലാസ്സുകൾ നടക്കുന്ന സമയമുണ്ട്. പല വിഷയങ്ങളിലും വളരെ ഉപകാരപ്രദമായ പല സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഇത് ആദർശ ചർച്ചയുടെ സമയമാണ്. അതുകൊണ്ട് ആദർശപരമായി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അതിന് മറുപടി ഉണ്ടാവും. ആയത്ത് ഇതാണ്. സൂറത്ത് ഹൂദിന്റെ 114 ആയത്തിൽ അല്ലാഹു തആല പറയാണ്, കേട്ടോളൂ. ഞാൻ ആ ആയത്തിന്റെ ഓർമ്മയിൽ നിന്ന് പോയതുകൊണ്ടേ ഞാനത് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. വലൗ ശാഅ റബ്ബുക ലജഅലന്നാസ ഉമ്മത്തൻ വഹ്ദ. 108 ആയത്ത് അല്ലാഹ് പറയാ, നിങ്ങളുടെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലജഅലന്നാസ ഉമ്മത്തൻ വാഹിദ, ജനങ്ങളെ ഒറ്റ സമുദായമാക്കുമായിരുന്നു. പക്ഷെ അല്ലാഹ് പറയാ വലാ യസാലൂന മുഖ്തലിഫീൻ, ആളുകൾ ഭിന്നിച്ചുകൊണ്ടേ പറഞ്ഞു. ആൾക്കാർ ഭിന്നിച്ചുകൊണ്ടേ നോക്കിയിട്ടുണ്ടോ? അപ്പൊ അപ്പൊ എത്ര ഭിന്നിച്ചാലും നമുക്കൊരു ദൗത്യം, നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ള സത്യം അത് ഇന്നതാണ് എന്ന് യാതൊരു കാര്യമില്ല എന്ന് വളരെ ബഹുമാനത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ മൈക്ക് കൂട്ടും.
അസ്സലാമു അലൈക്കും. ഞാന് പിന്നെ അനവസരത്തിൽ വന്ന് ഇടപെട്ടതിൽ സോറി. പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആയത്തിൽ എനിക്ക് പിന്നെ ഓക്കെ ശരിയാണ്. പക്ഷെ അതേമാതിരി തന്നെ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ എന്നുള്ളതും ഖുർആനിലെ ആയത്ത് തന്നെയാണ്. നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം എന്നുള്ളതും. അപ്പോ പിന്നെ അത് ആ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഭിന്നിക്കും എന്നുള്ളതിനല്ലല്ലോ പടച്ചോൻ കൽപ്പിക്കുന്നത്. നിങ്ങൾ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, നിങ്ങൾ എല്ലാവരും അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ് പടച്ചോൻ കൽപ്പിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഭിന്നിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് അർത്ഥമല്ല അവിടെ. അങ്ങനെ ഭിന്നിപ്പുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അതിനു പകരം ഒരു അജണ്ട നിശ്ചയിച്ചുകൊണ്ടായിരിക്കണം യഥാർത്ഥത്തിൽ നാം പിന്നെ പണ്ഡിതന്മാരായ നിങ്ങളെ യഥാർത്ഥത്തിൽ സമൂഹത്തെ നയിക്കേണ്ടത്. അതിനു പകരം വളരെ പിന്നെ എന്താണ് ഒരു ഒരു അജണ്ട ഇല്ലാതെ വളരെ ബാലിശമായ സംഗതികളിൽ മാത്രം കുരുങ്ങി നിന്നുകൊണ്ട് നമ്മളെ പിന്നെ ഊർജം ചെലവഴിക്കുന്നത് യഥാർത്ഥത്തിൽ സമുദായത്തിനും മുസ്ലിം ഉമ്മത്തിന് മുന്നോട്ട് പോക്കിന് വളരെ പിന്നെ തടസ്സമായി നിൽക്കുകയും അവരുടെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ അതുകൊണ്ട് പിന്നെ നിങ്ങളെ ഈ സമയത്ത് ഞാൻ ഇടപെട്ട് നിങ്ങളെ ചർച്ച തിരിച്ചുന്നുണ്ടെങ്കിൽ സോറി, ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇടപെട്ട് ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. ഞങ്ങളെ ഷെഡ്യൂൾ നിങ്ങൾ അറിയിച്ചെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പിന്നെ ആലിമീങ്ങള് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഒരു സാധാരണക്കാരൻ നോക്കിക്കാണുമ്പോൾ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തില് ഒരു അബദ്ധം വന്നത് എന്താന്ന് വെച്ചാല് അള്ളാഹുത്താല വലാ തഫറഖൂ എന്ന് പറഞ്ഞിരിക്കണെന്ന ആ അള്ളന്നെ പറഞ്ഞ വലാ യസാലൂന മുഖ്തലിഫീൻ. അപ്പൊ വലാ തഫറഖൂന്റെ അർത്ഥം എന്താ? വലാ തഫറഖൂ എന്ന് നിങ്ങൾക്ക് ഭിന്നിപ്പ് ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഭിന്നിപ്പ് ഇല്ലാതെയാക്കാൻ കഴിയുന്നല്ല. പിന്നെന്താ? നിങ്ങൾ നേരെ നിൽക്കാണ്, അതല്ലേ അതിന്റെ അർത്ഥം. അല്ല അള്ളന്നെ പറയാ വലാ നിങ്ങൾ ജനങ്ങൾ മുഖ്തലിഫീങ്ങളായിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഇരിക്കുന്ന രണ്ടിർക്കും ഇല്ലല്ലോ. അള്ളാഹു താല പറഞ്ഞ അത് അള്ളാഹു പറയുന്നത് ഈ പിന്നെ ആളുകൾ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അള്ളാഹുവിന്റെ കരുണ കിട്ടിയ ഒരു വിഭാഗം സത്യത്തിന്റെ മാർഗത്തിൽ എന്നും അടിയുറച്ചു നിൽക്കും. ആ കൂട്ടത്തിൽ നിങ്ങളാകണമെന്നാ. അപ്പൊ ആ കൂട്ടം ഏതാണ് നിങ്ങൾക്ക് പറഞ്ഞുകൊടുത്താണ് പണ്ഡിതന്മാരുടെ ബാധ്യത. അല്ലാതെ ഭിന്നിക്കാതിരിക്കുക എന്നുള്ളത് ഒരു പണോ അല്ലെ പണ്ടാരോ ആഗ്രഹിച്ചാൽ നടപ്പിലാകുന്ന വിഷയമല്ല സുഹൃത്തെ. അങ്ങനെ നിങ്ങളെ സ്വന്തം ഭിന്നിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഞമ്മക്കിപ്പോ ഈ സമയമൊക്കെ എന്തൊക്കെ കാര്യത്തിന് ഉപയോഗപ്പെടുത്താം. അങ്ങനത്തെ ഇപ്പൊ എതിരഭിപ്രായങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ സമയമൊക്കെ ഒരുപാട് വേറെ കുറെ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷെ അത് നമ്മൾ ആഗ്രഹിച്ചാൽ നടക്കുന്ന വിഷയമല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഭിന്നിക്കാനല്ല, ഭിന്നണം നമ്മൾ ആഗ്രഹിക്കണില്ല. നമ്മൾ ആഗ്രഹിക്കണത് എല്ലാവരും സത്യത്തിന്റെ മെക്കണാണ്. പക്ഷെ ഭിന്നത ഉണ്ടാകുന്ന അള്ളാഹു തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആളുകൾ എങ്ങനെയൊക്കെ ഭിന്നിച്ചു പോയാലും അവർക്ക് സത്യത്തിന്റെ വഴി ഏതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യതയാണ് ആലിമീങ്ങൾക്കുള്ളത്. അതാണ് ആലിമീങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പല വഴികളുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പല വഴികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണെന്ത് ഇത് മറ്റോരെ എതിർക്കുകയാണ് ഇവരെ എതിർക്കുകയാണ് എന്നൊക്കെ. പക്ഷെ അത് നിങ്ങളെന്ന് ആദ്യം വന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ സ്ഥിരമായി വന്ന് ക്ലാസ് റൂമിൽ ഇരുന്നാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും കേട്ടോ. ഖുർആന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും ഇവിടെ പലതും പറഞ്ഞു തന്നെയാണ് പ്രശ്നം അല്ലെ. നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ, വലാ തഫറഖൂന്റെ അടിസ്ഥാനത്തിൽ. വലാ യസാലൂന മുഖ്തലിഫീനാന്ന് ഞാൻ ഓതിയതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ. അതിലേതാ ശരിയെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? നമ്മൾ തമ്മിലുള്ള ഭിന്നിപ്പന്നെ ഇപ്പൊ തീരുന്നില്ല. നമ്മളിപ്പോ എല്ലാരും ഒന്നിപ്പിക്കാൻ വന്നതാ. നോക്കുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞു തന്നപ്പോ ഭിന്നതയിലുള്ളത്. അപ്പൊ ഇതെങ്ങനെ ഇപ്പൊ ഒത്തുപോകുക? അതിനൊരു കാരണം, അതിന് ഒരു രീതി ഉണ്ട്. അതെന്താ നിങ്ങള് പരിശുദ്ധ ഖുർആൻ തിരുത്തോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓർത്തം വെച്ചിട്ടല്ല, നേരെ മറിച്ച് ഇത്ര കാലം നമുക്ക് ജീവിച്ച് കാണിച്ചു തന്ന നമ്മുടെ മുൻഗാമികളുണ്ട്. അവരൊക്കെ ജീവിച്ച് കാണിച്ചു തന്ന വഴി അവലംബിച്ചുകൊണ്ടാണ് പരിശുദ്ധ ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതിനെ മാറ്റി വെച്ചിട്ട് ചില ആൾക്കാർ ഖുർആൻ അങ്ങനെ ഒറ്റക്കിരുന്ന് നോക്കാൻ തുടങ്ങിയതാണ് പ്രശ്നമായത്. അപ്പൊ ഖുർആൻ അങ്ങനെ ഒറ്റക്ക് നോക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞപ്പോഴോ നമ്മൾ ഖുർആൻ വിരോധികളാന്ന് ഒരു ചിത്രീകരിച്ചു. ഇത് ജനങ്ങളെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയും ഖുർആൻ നമുക്ക് സ്വന്തമായി നോക്കി മനസ്സിലാക്കിയാൽ പലർക്കും പലതും തോന്നുമെന്നും അതേ സമയത്ത് ഈ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ഇപ്പൊ ആലിമീങ്ങൾ ചെയ്യണത് കേട്ടോ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. കുറച്ച് ഡോക്ടർമാരുണ്ട് ഒരു നാട്ടിലെ.
പല ജാതി ഡോക്ടർമാരാണ്. ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, അലോപ്പതി ഉണ്ട്, പല ജാതി ഡോക്ടർമാരാണ്, പ്രകൃതി ചികിത്സയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചില വ്യാജ ഡോക്ടർമാരും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ വ്യാജ ഡോക്ടർമാർ ഇങ്ങനെ നല്ലോണം മരുന്ന് ഇലവാക്കുകയാണ്. നിങ്ങൾ മറ്റേ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണ്ട, മറ്റേതിന് പോണ്ട, ഇതിന് പോണ്ട, അതാ ഒറ്റമൂലിയാണ്, ഇത് കഴിച്ചാൽ മതി എന്നിട്ടാണ് ഓലെല്ലാത്തിനും മരുന്ന് കൊടുക്കണത്. മനസ്സിലായോ? ഇവരിങ്ങനെ മരുന്ന് കൊടുത്തിക്കാണ്ട് ആളുകളുടെ രോഗം കൂടുകയും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഡോക്ടർമാർ നീച്ചുന്നിട്ട് നിങ്ങൾ ഓരോ മരുന്ന് വാങ്ങാൻ പോകരുതേ, നിങ്ങൾ ഓരോ മരുന്ന് വാങ്ങാൻ പോകരുതേ. നിങ്ങളോട് കൊടുക്കുമ്പം ഒരു നല്ല മനസ്സുള്ള ആള് വന്നിട്ട് എന്താ ഡോക്ടർമാർ നിങ്ങളിങ്ങനെ നിങ്ങളിങ്ങനെ തമ്മിൽ നേരം കൂടി ഞങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി ചെലവാക്കിക്കണേ, അതല്ലേ നല്ലത് എന്ന് ചോദിക്കണേലും വല്ല അർത്ഥമുണ്ടോ? അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ വ്യാജമരുന്ന് വിൽക്കുന്നവനെ എതിർക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഗുണത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പരിശുദ്ധ ദീനിന്റെ പേരിൽ വ്യാജ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പല ആളുകളും ഇവിടെ ഉണ്ട്. അതിൽ മുസ്ലിം ഉമ്മത്ത് കുടുങ്ങാതിരിക്കണമെങ്കിൽ അത് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട, പറഞ്ഞു കൊടുക്കേണ്ട, വിശദീകരിച്ചു കൊടുക്കേണ്ട അതാണ് നടത്തി ആവശ്യങ്ങൾക്ക് അടുത്താറ് നിൽക്കണം. നിങ്ങളോട് വളരെ വിനയപൂർവ്വം ആവശ്യപ്പെടുന്നത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കേട്ടാൽ ഒക്കെ മനസ്സിലാവും. അല്ലാഹു തആല നമുക്ക് ഖൈറായ കാര്യങ്ങളിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഉള്ള എല്ലാ തൗഫീഖുകളും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്ത് തൽക്കാലം മൈക്ക് വിടുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.